അംറുനാ ലിശൈഇൻ ഇദാ അറദ്നാ, എന്തൊരു കാര്യത്തിനും ഏതൊരു വിഷയത്തിലും നാം ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അൻ നഖൂല ലഹു, നാം പറയലാണ് കുൻ ഫയകൂൻ, അപ്പോൾ അതുണ്ടായിത്തീരും. കുൻ എന്ന് പറയേണ്ടത് സത്യത്തിൽ അത് നമുക്ക് മനസ്സിലാകാൻ, കുൻ എന്ന് മനുഷ്യരായ നമ്മൾ പറയുന്നത് പോലെ അള്ളാഹു പറയുക എന്നല്ല, അത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെ പറയുന്നു, അങ്ങനെ പറയും എന്ന് പറഞ്ഞു എന്ന് മാത്രം. അള്ളാഹുവിന്റെ ആ പറച്ചിൽ എങ്ങനെയാണ്, അതിന്റെ സിർ എന്താണ്, അള്ളാഹു ആലം. അള്ളാഹുവിന് ഒരു വസ്തു ഉണ്ടാവാൻ കുൻ എന്ന് പറയേണ്ട ഒരാവശ്യം പോലുമില്ല. എന്നാലും നമുക്ക് വളരെ സരളമായി എളുപ്പമായി മനസ്സിലാകാൻ പറ്റുന്ന രൂപത്തിൽ അള്ളാഹു പറഞ്ഞു, പടച്ച റബ്ബ് എന്തൊരു കാര്യം ഏതൊരു വസ്തുവിനെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചാലും ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അള്ളാഹുവിന് വളരെ നിഷ്പ്രയാസമാണ്, കാരണം അള്ളാഹു ഖാലിഖാണ്, പടച്ച റബ്ബാണ്, എല്ലാ സൃഷ്ടികളുടെയും യജമാനൻ, എല്ലാ സൃഷ്ടിപ്പിന്റെയും അത്ഭുതങ്ങൾ രാജാതിരാജനായ റബ്ബിങ്കലാണ്. അള്ളാഹുവിന്റെ പടപ്പുകളെ അറിയുക, അത് രാജാതിരാജനായ റബ്ബിനെ അറിയാനുള്ള വഴിയാണ്. ലാ തഖ്ളഅന്ന ലിമഖ്ലൂഖിൻ അലാ തമഇൻ ഫഇന്ന ദാലിക നഖ്സും മിൻക ഫിദ്ദീൻ വസ്തർസിഖില്ലാഹ മിമ്മാ ഫീ ഖസാഇനിഹി فإن رزقك بين الكاف والنون. ഒരു മഖലൂഖിന്റെ മുന്നിൽ നീ തരം താഴണ്ട, നിന്റെ ആഗ്രഹങ്ങൾ നിന്റെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് പടപ്പുകളുടെ മുന്നിൽ നീ തലകുനിക്കണ്ട. فإن ذلك نقص منك في الدين. മതപരമായി ദീനിയായി ചിന്തിച്ചാൽ അത് നിനക്കൊരു ന്യൂനതയാണ്, അത് നിനക്ക് വളരെ കുറച്ചിലാണ്, അത് നിന്റെ ഒരു ഐബിലേക്ക് എത്തിച്ചേരുന്നതാണ്. വസ്തർസിഖില്ലാഹ മിമ്മാ ഫീ ഖസാഇനിഹി. നീ ചോദിക്കേണ്ടത് അല്ലാഹുവിനോടാണ്, അവന്റെ ഖജാനയിൽ നിന്ന്. വസ്തർസിഖില്ലാഹ മിമ്മാ ഫീ ഖസാഇനിഹി. നിന്റെ റിസ്ഖ്, നിന്റെ വിഭവങ്ങൾ, നിനക്ക് ദുനിയാവ്, നിന്റെ സമ്പത്ത്, നിന്റെ സൗകര്യങ്ങൾ, നിന്റെ അവകാശങ്ങൾ, നിന്റെ അധികാരങ്ങൾ, നിന്റെ സ്ഥാനമാനങ്ങൾ എല്ലാം ചോദിക്കേണ്ടത് മേലെയായ റബ്ബിനോടാണ്, അല്ലാഹുവിനോടാണ്. ഫഇന്ന റിസ്ഖക ബൈനൽ കാഫി വന്നൂനി. അല്ലാഹുവിന് അത് വളരെ നിഷ്പ്രയാസമാണ്. കാഫിന്റെയും നൂനിന്റെയും ഇടയിലാണ് നിന്റെ റിസ്ഖ്. അള്ളാഹുവിന് കുൻ എന്ന് പറയേണ്ടതേ ഉള്ളൂ, നിനക്ക് എന്തും നൽകാൻ. അതുകൊണ്ടാണല്ലോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ സ്വർഗം ചോദിക്കുമ്പോൾ ഫിർദൗസ് തന്നെ ചോദിക്കണം. അള്ളാഹു തരാൻ തയ്യാറാണ്. പടച്ച റബ്ബിനെ അത് നിഷ്പ്രയാസമാണ്. കോടിക്കണക്കിന് മുഅ്മിനീങ്ങൾക്ക് സുഖലോക സ്വർഗവും അതിലെ ഫിർദൗസും അതിലെ എല്ലാ നിഅമത്തുകളും അള്ളാഹുവിന് നൽകാൻ കോടാനുകോടി ജനങ്ങൾക്ക് ചോദിക്കുന്നത് മുഴുവനും നൽകാൻ അധികാരവും കഴിവും എന്തും എന്ന് പറഞ്ഞാൽ പിന്നെ ആ പരിധിക്കപ്പുറം പിന്നെ ഒന്നുമില്ല. എല്ലാം നൽകാൻ പടച്ച റബ്ബിന് നിഷ്പ്രയാസം. കുൻ. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ രഹസ്യം പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു. ഏത് അത്ഭുതകരമായ സൃഷ്ടിയായി നമുക്ക് തോന്നുന്നതും, ഏത് മഹാത്ഭുതങ്ങൾ മനുഷ്യർ ചെയ്യുന്നതും ലോകത്ത് കാണുന്നതും, അതിന്റെ പിന്നിൽ രാജനായ റബ്ബിന്റെ അതീശാധികാരിയായ അള്ളാഹുവിന്റെ ഒരു വാക്ക്, ബൈനൽ കാഫി വന്നൂൻ, കുൻ എന്ന് പറയേണ്ട താമസം രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ പടപ്പുകളെയും സൃഷ്ടിച്ചു. ബഹുമാനപ്പെട്ട അറായിസുൽ മജാലിസ് എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തുന്നു, ലമ്മാ അറാദ അല്ലാഹു സുബ്ഹാനഹു വ തആല അൻ യഖ്ലുഖ അസ്സമാവാതി വൽ അർദ്. ആകാശങ്ങളെയും ഭൂമികളെയും സൃഷ്ടിക്കാൻ അല്ലാഹു ഉദ്ദേശിച്ചപ്പോൾ ആദ്യം അല്ലാഹു പടച്ചത് ഖലഖ ജൗഹറതൻ ഖളറാ, വളരെ മിന്നിത്തിളങ്ങുന്ന മനോഹരമായ ഒരു പച്ച നിറത്തിലുള്ള
ഒരു ഏറ്റവും മനോഹരമായ ഒരു രത്നക്കല്ലിനെയാണ് അള്ളാഹു പടച്ചത്. ദുനിയാവിൽ കാണുന്ന ഒരു രത്നക്കല്ല് എന്ന അർത്ഥത്തിലല്ല, വളരെ മനോഹരമായി മിന്നിത്തിളങ്ങുന്ന പച്ചവർണ്ണത്തിലുള്ള ഒരു രത്നക്കല്ലിനെയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആദ്യമായി സൃഷ്ടിച്ചത്. സുമ്മ നളറ ഇലൈഹാ, പിന്നെ ആ മനോഹരമായ ജൗഹറത്തിലേക്ക്, ആ രത്നക്കല്ലിലേക്ക് അല്ലാഹു നോക്കി. അല്ലാഹുവിന്റെ ഒരു നോട്ടം. സുമ്മ നളറ ഇലൈഹാ നളറത ഹൈബ, ആ നോട്ടം നോക്കിയപ്പോഴേക്ക് ഫസാറത്ത് മാഅ, അത് വെള്ളമായി തീർന്നു. ആ രത്നക്കല്ല് വെള്ളമായി തീർന്നു. സുമ്മ നളറ ഇലൽ മാ, പിന്നെ വെള്ളത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കി. നളറത ഹൈബ, അപ്പോൾ ഫഗലാ വർതഫഅ, ആ വെള്ളം പ്രത്യേകമായി പതഞ്ഞു പൊങ്ങാനും ഉയരാനും തുടങ്ങി. അതിൽ നിന്ന് വർതഫഅ മിൻഹു സബദുൻ വദുഖാനുൻ വബുഖാർ, ആ വെള്ളം തിളച്ചു മറിയുന്ന രൂപത്തിൽ അതിൽ നിന്ന് പ്രത്യേകമായ നൊരയും പതയും പൊങ്ങി. അതിൽ നിന്ന് പുകയും, അതിൽ നിന്ന് ബുഖാറും ദുഖാനും, അതിൽ നിന്ന് പുകയും അതേപോലെ വാതകങ്ങളും ഉയർന്നു. ഖലഖല്ലാഹു മിൻ ദാലിക ദുഖാനി സമാ, ആ പുകയിൽ നിന്ന്, ആ വാതകങ്ങളിൽ നിന്നാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആകാശങ്ങളെ പടച്ചത്. വഖലഖ മിൻ ദാലിക സബദ്, ആ നൊരയിൽ നിന്ന്, ആ പതയിൽ നിന്നാണ് അൽ അർള്, ഭൂമിയെ അല്ലാഹു സൃഷ്ടിച്ചത്. ഫഅവ്വലു മാ ദഹറ മിനൽ അർള് അലാ വജ്ഹിൽ മാ, വെള്ളത്തിന്റെ മേൽ ഭൂമിയിൽ നിന്ന് ആദ്യമുണ്ടായത്, ആദ്യം പൊങ്ങിയത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ടവർ രേഖപ്പെടുത്തുന്നത്. ഫഅവ്വലു മാ ദഹറ മിനൽ അർളി അലാ വജ്ഹിൽ മാഇ മക്ക, ആദ്യം ഭൂമിയിൽ നിന്ന് മക്കയാണ് പ്രത്യക്ഷപ്പെട്ടത്. ഫലിദാലിക, അക്കാരണത്താൽ സുമ്മിയത്ത്, മക്കക്ക് പേര് വെച്ചു ഉമ്മുൽ ഖുറാ, ഉമ്മുൽ ഖുറാ എന്ന് മക്കക്ക് പേര് വെച്ചു. എല്ലാ നാടുകളുടെയും, എല്ലാ പ്രദേശങ്ങളുടെയും, എല്ലാ ഭൂമികളുടെയും കേന്ദ്രം, അതിന്റെ അസ്ല് ഉമ്മുൽ ഖുറാ എന്ന മക്കക്ക് പേരും വെച്ചു എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ പടപ്പുകളെ സൃഷ്ടിച്ച ഒരു രീതിയെക്കുറിച്ച് പറഞ്ഞു എന്ന് മാത്രം. നമുക്ക് മനസ്സിലാകാനുള്ള ചില പാഠങ്ങൾ മറ്റൊരു ഹദീസിൽ കാണാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആകാശഭൂമികളെ സൃഷ്ടിച്ചത്, ആദ്യമായി അവന്റെ സൃഷ്ടിപ്പ് തുടങ്ങിയത് ഞായറാഴ്ചയാണ്, യൗമുൽ അഹദ്. ഞായറാഴ്ചയാണ് പടച്ച റബ്ബ് അവന്റെ സൃഷ്ടിപ്പ് ആരംഭിച്ചത് എന്ന്. പിന്നെ ഓരോ ദിവസങ്ങളിൽ, ഞായറാഴ്ച, തിങ്കളാഴ്ച അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് ആവശ്യമായ വിഭവങ്ങൾ സൃഷ്ടിച്ചു. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ദിവസങ്ങൾ പച്ചപ്പുള്ള മരങ്ങൾ സൃഷ്ടിച്ചു, ജീവികളെ സൃഷ്ടിച്ചു. അങ്ങനെ ഓരോ ദിവസങ്ങളുള്ള ആ സൃഷ്ടിപ്പിനെ കുറിച്ച് തീയെ സൃഷ്ടിച്ചത്, അതേപോലെ കാറ്റിനെ സൃഷ്ടിച്ചത്. ഓരോ ദിവസം അവസാനം യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ചയാണ് മനുഷ്യനെ അല്ലാഹു പടച്ചത്, ആദം നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ചത് എന്ന് മഹാനായ സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നു, ഭൂമിയെ പടച്ചപ്പോൾ ഭൂമിക്ക് അറിയിപ്പ് കിട്ടി. ഒരു പക്ഷേ അത് മലക്കുൽ നിന്നാവാം. ഭൂമിക്ക് വിവരം കിട്ടി, എന്നിലേക്കാണ് മനുഷ്യരെ അല്ലാഹു അയക്കാൻ പോകുന്നത്. ബഹുമാനപ്പെട്ട അലിയാർ തങ്ങൾ പറയുകയാണ്, ഭൂമി റബ്ബിനോട് ചോദിച്ചു, അല്ലാഹുവേ, ഖാലത്തിൽ അർള് യാ റബ്ബി തജ്അലു അലയ്യ ബനി ആദം, പടച്ചവനെ, എന്നിലേക്കാണോ മനുഷ്യരെ നീ അയക്കാൻ പോകുന്നത്? യഅമലൂന അലയ്യൽ ഖതായ വൽ ഖബായിസ്, എന്നിൽ വെച്ച് തമ്മാടിത്തരങ്ങൾ ചെയ്യുന്ന, തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്ന, വൃത്തികേടുകൾ ചെയ്യുന്ന മനുഷ്യരെ പടച്ചവനെ എന്നിലേക്കാണോ നീ പടച്ചയക്കാൻ പോകുന്നത്? ഇത് ഭൂമി റബ്ബിനോട് പറഞ്ഞിട്ട് ഫൽതനബത്, ഭൂമി അങ്ങ് വറക്കാൻ തുടങ്ങി, ഭൂമി അങ്ങ് കുലുങ്ങാൻ തുടങ്ങി, ഭൂമിക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. ഈ വിവരം, ഈ വാർത്ത, തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്ന, തമ്മാടിത്തരങ്ങൾ ചെയ്യുന്ന, അള്ളാഹുവിനെതിരെ ധിക്കാരം ചെയ്യുന്ന മനുഷ്യൻ എന്നിലേക്കാണ് വരാൻ പോകുന്നത്.
എന്നിൽ വെച്ചാണ് അവൻ തെറ്റുകുറ്റങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്ന വിവരം കിട്ടിയപ്പോൾ ഭൂമിക്ക് താങ്ങാൻ കഴിയാതെ രാജാതിരാജനായ റബ്ബിനോട് പരാതി പറഞ്ഞു. ഭൂമി വറക്കാൻ തുടങ്ങി, ഭൂമി കുലുങ്ങാൻ തുടങ്ങി. മഹാനായ അലിയാർ തങ്ങൾ പറയുകയാണ്, അങ്ങനെയാണ് ഭൂമിയിലേക്ക് അല്ലാഹു പർവ്വതങ്ങളെ അയച്ചത്. അന്ന് വരെ ഭൂമിയിൽ മലകളുണ്ടായിരുന്നില്ല, പർവ്വതങ്ങളുണ്ടായിരുന്നില്ല. ഭൂമി വറക്കാൻ തുടങ്ങി, ഭൂമി കുലുങ്ങാൻ തുടങ്ങി. ഭൂമിയുടെ കുലുക്കവും ഭൂമിയുടെ വറയലും അവസാനിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് പർവ്വതങ്ങളെ ആണികൾ അടിക്കും പോലെ പർവ്വതങ്ങളെ ഇറക്കി ഭൂമിയിൽ തറച്ചത്. അങ്ങനെ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പർവ്വതങ്ങളെ സ്ഥാപിച്ചു. ഫഖലഖല്ലാഹു ജബലൻ അദീമാ, ആ കൂട്ടത്തിൽ വലിയ ഒരു പ്രത്യേക പർവ്വതത്തെ അല്ലാഹു പടച്ചു. ആ മലയുടെ പേരാണ് ഖാഫ് മല. ഖാഫ് എന്ന പർവ്വതത്തെ അല്ലാഹു ചെയ്തു എന്ന് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ഖുർആൻ പർവ്വതങ്ങൾ അല്ലാഹു ഭൂമി ആണികളാക്കി. ആണി എന്ന് പറഞ്ഞ ഭൂമിയുടെ വളർത്ത ഭാഗം അതിനാണ് ആണി എന്ന് പറയാം. ഈ അടുത്ത കാലഘട്ടം മാത്രം ആ മുഴക്ക് എത്രയുണ്ടോ അതേപോലെ ഭൂമിയുടെ അടിയിലേക്കുണ്ട് എന്ന്. ഓരോ മലയും ഓരോ പർവ്വതവും മുകളിൽ എത്ര നമ്മൾ ഉയർന്നു കാണുന്നവോ അതുപോലെ, അല്ലെങ്കിൽ ചില പർവ്വതങ്ങൾ അതിനേക്കാൾ ഭൂമിയുടെ അടിയിലേക്ക് ആണി പോലെ തറച്ചു വച്ചതാണ് എന്ന് അത്യാധുനിക ശാസ്ത്രം ഈ അടുത്ത കാലഘട്ടത്തിലാണ് കണ്ടുപിടിച്ചത്. ഭൂമിശാസ്ത്രകാരന്മാർ പറയുന്നു, ഭൂമി കുലുക്കങ്ങളെ ചെറുക്കുന്നത് പർവ്വതങ്ങളാണ്, മലകളാണ്. ഇന്ന് പല പർവ്വതങ്ങൾ മലകളും ഇടിച്ചു നിർത്തുന്നത് ഭൂമികുലുക്കത്തിന് കാരണമാകുമെന്ന് ഭൂമിശാസ്ത്രകാരന്മാർ മുന്നറിയിപ്പും ചെയ്യുന്നുണ്ട്. ബഹുമാനപ്പെട്ട വഹബ് ഇബ്നു മുനബ്ബിഹ് റളിയല്ലാഹു തആല അൻഹു ദുൽഖർനൈൻ ചക്രവർത്തിയെക്കുറിച്ച് പറഞ്ഞു. പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞ കഴിഞ്ഞുപോയ തലമുറകളിലെ രാജാക്കളിൽപ്പെട്ട ഒരാളാണ് ദുൽഖർനൈൻ. ദുൽഖർനൈൻ അതാ അലാ ജബലി ഖാഫ്, ഖാഫ് മലയുടെ അടുത്തേക്ക് ചെന്നു. ഖാഫ് മല അല്ലാഹുവിന്റെ പടപ്പുകളിൽ പ്രത്യേകമായ ഒരു പർവ്വതമാണ്. അല്ലാഹു ഒരുപാട് നിഅമത്തുകൾ കൊടുത്ത ഒരു പർവ്വതമാണ്. ദുൽഖർനൈൻ ഖാഫ് മലയോട് ചോദിച്ചു, അഖ്ബിർനി ബിശൈഇൻ മിൻ അളമത്തില്ലാഹ്, അല്ലാഹുവിന്റെ മഹത്വങ്ങളിൽ നീ അറിഞ്ഞ വലിയൊരു മഹത്വം എനിക്ക് പറഞ്ഞു തരുമോ? മഹാനവറുകൾ ചോദിച്ചു, റബ്ബിന്റെ ഖുദറത്ത് എനിക്ക് ബോധ്യപ്പെടാനാ, അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ അത്ഭുതങ്ങൾ അല്ലാഹുവിനെ അറിയാനുള്ള വഴിയാണെന്ന് മനസ്സിലാക്കിയ മഹാനവറുകൾ ഈ ഭൂമിയിലെ സൃഷ്ടിപ്പിന്റെ പല രഹസ്യങ്ങളും അറിഞ്ഞ ഖാഫ് മലയോട്, പടച്ച റബ്ബിന്റെ പടപ്പിന്റെ ഭൂമിയിലെ അത്ഭുതങ്ങളുടെ രഹസ്യങ്ങളുടെ ഉള്ളറകൾ പലതും അറിഞ്ഞ ഖാഫ് മലയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ അളമത്ത് മനസ്സിലാക്കാൻ, പടച്ച റബ്ബിന്റെ സൃഷ്ടിപ്പിന്റെ വൈഭവം അറിയാൻ നീ എനിക്ക് പറഞ്ഞു തരുമോ? അഖ്ബിർനി ബിശൈഇ, നീ അറിഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം. അപ്പോൾ പറഞ്ഞു, ഖാഫ് മല പറഞ്ഞു കൊടുത്തു മഹാനവറുകളെ, ഇന്ന വറാഇ അർളൻ, എന്റെ പിന്നിൽ ഒരു ഭൂമിയുണ്ട്. മസീറത്തു 500 ആം മിൻ ജിബാലിൽ സൽജ്, മഞ്ഞുമലയാണ്. 500 കൊല്ലത്തെ വഴിദൂരം, 500 കൊല്ലം യാത്ര ചെയ്താൽ തീരാത്ത അത്ര വഴിദൂരത്തിലുള്ള മഞ്ഞുമലകൾ എന്നിലുണ്ട്, എന്റെ പിന്നിലുണ്ട്. ഖാഫ് മല പറഞ്ഞുകൊടുത്തു, 500 കൊല്ലത്തെ വഴിദൂരം യാത്ര ചെയ്താൽ അത്ര വിശാലമായ രൂപത്തിൽ കൊടും മഞ്ഞിന്റെ മലകൾ എന്റെ പിന്നിലുണ്ട്. വമിൻ വറാഇ ദാലിക, അതിന്റെ പിന്നിലുണ്ട് ജിബാലും മിനൽ ബർദ്, മഞ്ഞ് കട്ടകളെക്കാൾ, ഐസ് കട്ടകളെക്കാൾ, അതിനേക്കാൾ തണുത്തുറഞ്ഞ ഭൂമികൾ എന്റെ പിന്നിലുണ്ട് എന്ന് ഖാഫ് മല ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞു കൊടുത്തു. ലൗലാ ദാലിക സൽജ് വൽ ബർദ്,
ആ മഞ്ഞുമലകൾ, ആ ഏറ്റവും തണുത്തുറഞ്ഞ ഭൂമികൾ അതില്ലായിരുന്നുവെങ്കിൽ ജഹന്നം എന്ന നരകത്തിന്റെ അതിശക്തമായ ചൂട് കാരണത്താൽ ഭൂമി മുഴുവനും ഉരുകി കത്തി ഒലിച്ചു പോകുമായിരുന്നു. അല്ലാഹു ആലം. ആ സൃഷ്ടിപ്പിന്റെ അത്ഭുതങ്ങൾ, രഹസ്യങ്ങൾ എന്താണ് അല്ലാഹുവിനറിയാം. പക്ഷേ പിന്നീട് മനുഷ്യൻ കണ്ടുപിടിച്ച ഒരുപാട് മഞ്ഞുമലകളുണ്ട്. ഭൂമിയുടെ പുറത്ത് മുകളിൽ, ഭൂമിയുടെ ഉപരിതലത്തിൽ പിന്നീട് ആധുനിക ശാസ്ത്രകാരന്മാർ കണ്ടുപിടിച്ച എത്രയോ മഞ്ഞുമലകളുണ്ട്. കടലിന്റെ ഉള്ളിൽ തണുത്തുറഞ്ഞു പോയ കടലുകളുണ്ട്, കട്ടയായി കിടക്കുന്ന കടലുകളുണ്ട്. ആ കടലിന്റെ മുകളിൽ ഭീമാകാരങ്ങളായ വലിയ വലിയ മഞ്ഞുമലകളുണ്ട്. പിന്നീട് അത്യാധുനിക ശാസ്ത്രം കണ്ടുപിടിച്ച പർവ്വതങ്ങൾ, മലകളുണ്ട്. അതാണോ അല്ലാഹു ആലം? അതോ അത് ഭൂമിക്കുള്ളിലാണോ അല്ലാഹു ആലം? ഏതായാലും ഭൂമിയുടെ സംരക്ഷണത്തിന് വേണ്ടി ഭൂമിയുടെ അകത്തും പുറത്തുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളറിയാത്ത അത്ഭുതകരമായ ഒരുപാട് സൃഷ്ടി വൈഭവങ്ങൾ പടച്ച റബ്ബ് സംവിധാനിച്ചു വെച്ചിട്ടുണ്ട്. എന്തിന്? അതൊക്കെ ഭൂമിയുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ്, നമ്മുടെയൊക്കെ സൗകര്യങ്ങൾക്ക് വേണ്ടിയാണ്. കാഫ് മല പറഞ്ഞുകൊടുത്തു, ആ തണുത്തുറഞ്ഞ ഭൂമികളും പർവ്വതങ്ങളും ഉണ്ടായതുകൊണ്ടാണ് ഭൂമി നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ ഭൂമി ഉരുകിപ്പോകും. കാരണം ജഹന്നമിന്റെ ചൂട് സഹിക്കവയ്യാഞ്ഞ് എന്ന് ബഹുമാനപ്പെട്ടവരോട് കാഫ് മല പറഞ്ഞുകൊടുത്തു. പിന്നെയും പറഞ്ഞു, സിദ്നി, പിന്നെ എന്താണ് അതിനേക്കാൾ എനിക്ക് പറഞ്ഞു തരുമോ? ഇനിയും അല്ലാഹുവിന്റെ ഖുദ്റത്ത് എനിക്ക് ബോധ്യപ്പെടാൻ, പടച്ച റബ്ബിന്റെ സൃഷ്ടിപ്പിന്റെ അത്ഭുതങ്ങൾ തിരിച്ചറിയാൻ, അല്ലാഹുവിലേക്കറിയാൻ, പടച്ച റബ്ബിനോട് ശുക്ർ വർദ്ധിക്കാൻ, അല്ലാഹുവിലുള്ള ഈമാൻ വർദ്ധിക്കാൻ ഇനിയും എനിക്ക് പറഞ്ഞു തരുമോ സിദ്നി? അപ്പോൾ പറഞ്ഞു, ഫഖാല ഇന്ന ജിബ്രീൽ അലൈഹിസ്സലാം വാഖിഫുൻ ബൈന യദൈല്ലാഹി അസ്സ വജൽ. രാജാതിരാജനായ റബ്ബിന്റെ മുന്നിൽ ജിബ്രീൽ നിൽക്കുമ്പോൾ അല്ലാഹുവിന്റെ മുന്നിലേക്ക് ജിബ്രീൽ എത്തുന്ന ചില ഘട്ടങ്ങളുണ്ട്. പടച്ച റബ്ബിന്റെ മുന്നിൽ, രാജാതിരാജനായ റബ്ബിന്റെ മുന്നിൽ ജിബ്രീൽ അലൈഹിസ്സലാം പേടിച്ച് വിറച്ചു നിൽക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം റബ്ബിന്റെ മുന്നിൽ ചിലപ്പോൾ ഒന്ന് വിറക്കാറുണ്ട്. അല്ലാഹുവിന്റെ മുന്നിൽ ജിബ്രീൽ വിറച്ചു പോയാൽ ആ ജിബ്രീലിന്റെ വിറയലിൽ നിന്ന് അല്ലാഹുവിന്റെ മുന്നിൽ പടച്ച റബ്ബ് 100,000 മലക്ക് ജിബ്രീൽ വിറക്കുമ്പോൾ ആ ജിബ്രീലിൽ നിന്ന് പോകുന്ന ചില കണങ്ങൾ, അത് ഒരു ഹദീസിൽ കാണാം, ജിബ്രീലിൽ നിന്ന് അത് വേർപ്പ് തുള്ളികളെ പോലെയുള്ള കണങ്ങൾ തെറിച്ചു പോകും. 1,00,000 തുള്ളികൾ തെറിച്ചു പോയാൽ ആ 1,00,000 തുള്ളിയിൽ നിന്ന് 100,000 മലക്ക്, 1,00,000 മലക്കുകളെ അല്ലാഹു പടക്കും, അല്ലാഹു സൃഷ്ടിക്കും. വഹും സുഫൂഫും ബൈന യദൈല്ല, അവര് രാജാതിരാജനായ റബ്ബിന്റെ മുന്നിൽ സഫ് കെട്ടി നിൽക്കും. മുൻകിസൂറുഊസവും, അവരൊക്കെ വളരെ ബഹുമാനത്തോടെ അച്ചടക്കത്തോടെ രാജാതിരാജനായ റബ്ബിന്റെ മുന്നിൽ തല താഴ്ത്തിയിട്ട് സഫ് കെട്ടിയിട്ട് 1,00,000 മലക്കുകൾ സഫ് കെട്ടി നിൽക്കും. പിന്നെയും ജിബ്രീൽ റബ്ബിന്റെ മുന്നിൽ ഒന്ന് വിറച്ചാൽ അതിൽ നിന്ന് പിന്നെയും 1,00,000 മലക്കുകളെ അല്ലാഹു പടക്കും, അവരും സഫ് കെട്ടും. അങ്ങനെ കോടിക്കണക്കിന് മലക്കുകൾ. ലാ യുഅ്ദനു ലഹും ഫിൽ കലാമി ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ഒരക്ഷരം സംസാരിക്കാൻ അല്ലാഹു അവർക്ക് സമ്മതം കൊടുക്കൂല. അല്ലേ? കോടിക്കണക്കിന് മലക്കുകൾ, ദിക്ർ ചൊല്ലുന്ന മലക്കുകളുണ്ട്, തസ്ബീഹ് ചൊല്ലുന്ന മലക്കുകളുണ്ട്, പല കാര്യങ്ങളിൽ ഏർപ്പെട്ട മലക്കുകളുണ്ട്. എന്നാൽ ഈ മലക്കുകൾ അവരുടെ സൃഷ്ടിപ്പ് തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ മുന്നിൽ അങ്ങേയറ്റം ഭയപ്പെട്ട് പേടിച്ച് വിറച്ച കാരണത്താൽ അല്ലാഹു പടച്ച മലക്കുകളാ. ആ പേടിച്ച് വിറച്ച സ്വഭാവം ഈ മലക്കുകൾക്കും ഉണ്ടാകും. അവര് ഖിയാമത്ത് നാൾ വരെ അല്ലാഹുവിന്റെ മുന്നിൽ അങ്ങനെ പടക്കപ്പെട്ട കോടിക്കണക്കിന് മലക്കുകൾ തല താഴ്ത്തി അച്ചടക്കത്തോടെ പേടിച്ച് ഒരേ ഒരു നിൽപ്പാണ്. ഒരക്ഷരം പറയാൻ പോലും അവർക്ക് കഴിയില്ല. കാരണം അതിന് അല്ലാഹു അവർക്ക് സമ്മതം കൊടുക്കുകയില്ല. എന്നിട്ട് ഫൈദാ അദിനല്ലാഹു ലഹും ഫിൽ കലാം, ഇനി സംസാരിക്കാൻ അല്ലാഹു അവർക്ക് സമ്മതം കൊടുക്കും. ഖിയാമത്ത് നാളായാൽ അങ്ങനെ സമ്മതം കൊടുത്താൽ ലഖാലു, അവര് പറയുക ലാ ഇലാഹ ഇല്ലല്ലാഹ്,
അവർ പറയുന്ന കലാം, അവർ പറയുന്ന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായിരിക്കും എന്ന് ബഹുമാനപ്പെട്ട ദുൽഖർനൈൻ ചക്രവർത്തിയോട് ഖാഫ് മല പറഞ്ഞു എന്ന് ബഹുമാനപ്പെട്ട വഹബ് ഇബ്നു മുനബ്ബിഹ് റളിയല്ലാഹു തആല അൻഹു. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞല്ലോ, യൗമ യഖൂമുർ റൂഹു വൽ മലായികതു സഫ്ഫൻ ലാ യതകല്ലമൂൻ ഇല്ലാ മൻ അദ്ന ലഹുർ റഹ്മാൻ വഖാല സവാബാ. യൗമ യഖൂമുർ റൂഹു വൽ മലായികതു സഫ്ഫാ. ജിബ്രീൽ അലൈഹിസ്സലാം, യൗമ യഖൂമുർ റൂഹു, ജിബ്രീൽ അലൈഹിസ്സലാം നിൽക്കുകയാണ്, വൽ മലായികതു, കോടിക്കണക്കിന് മലക്കുകളും നിൽക്കുകയാണ്, സഫ്ഫാ, സഫ് കെട്ടിയിട്ട്, ലാ യതകല്ലമൂന, അവർ ഒരക്ഷരം സംസാരിക്കുകയില്ല, ഇല്ലാ മൻ അദ്ന ലഹുർ റഹ്മാൻ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സംസാരിക്കാൻ സമ്മതം കൊടുത്തവരല്ലാതെ അവർക്ക് അങ്ങനെ സമ്മതം കൊടുത്താൽ വഖാല സവാബാ, യാനി ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവർ സംസാരിക്കുന്ന ഏറ്റവും വലിയ സത്യത്തിന്റെ കലിമ, തൗഹീദിന്റെ കലിമ, ഈമാനിന്റെ രഹസ്യം, പ്രപഞ്ചത്തിന്റെ രഹസ്യം, എല്ലാ സൃഷ്ടിപ്പിന്റെയും രഹസ്യമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ് അവർ ചൊല്ലുക എന്ന് ബഹുമാനപ്പെട്ട വഹബ് ഇബ്നു മുനബ്ബിഹ് റളിയല്ലാഹു അൻഹു ഖുർആനിലെ ഈ ആയത്തിൽ സൂചിപ്പിച്ച വഖാല സവാബാ, ആ സവാബിന്റെ കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മഹാനവറുകൾ. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പടച്ച റബ്ബ് ഈ ഭൂമിയെ സൃഷ്ടിച്ചു, ഭൂമിയുടെ വിവിധ ഘട്ടങ്ങളെ അല്ലാഹു പടച്ചു. ബഹുമാനപ്പെട്ട അറായിസുൽ മജാലിസിൽ രേഖപ്പെടുത്തുന്നുണ്ട്, അതിലൊന്നാമത്തത് അൽ അർളുൽ ഊല, ഭൂമിയിൽ ഭൂമിയുടെ വിവിധ ഘട്ടങ്ങളിൽ, പല ഭൂമികളിൽ, 7 ഭൂമികളിൽ, അതിൽ മുകളിൽ കാണുന്ന ഒന്നാമത്തെ ഭൂമിയാണ് അൽ അർളുൽ ഊല. അൽ അർളുൽ ഊല ഹാദിഹി ഫിഹാ സുക്കാനുഹാ, ഈ ഭൂമിയിലാണ് അവന്റെ അല്ലാഹു, നമ്മൾ ഈ കാണുന്ന മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും ഈ ജീവികളും ഈ ഭൂമി, നമ്മൾ പുറമേ കാണുന്ന ഭൂമി. പിന്നെയോ വൽ അർളു സാനിയ, രണ്ടാമത്തെ ഭൂമി എന്ന് പറഞ്ഞാൽ മസ്കനുർ റീഹ്, വാതകങ്ങളുടെ ചില കാറ്റുകളുടെ കേന്ദ്രമാണ്, അതാണ് പിന്നെ രണ്ടാമത്തെ ഭൂമി. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അലം, നമുക്കറിയില്ല. പക്ഷേ ആ ചില സന്ദർഭങ്ങളിൽ ഭൂമിയുടെ അകത്ത് നിന്ന് പൊട്ടിച്ചീറ്റ് വരുന്ന ചില വാതകങ്ങളും അതിശക്തമായ ചില അഗ്നിപർവ്വതങ്ങളും കാറ്റുകളും, അതിനെക്കുറിച്ചൊക്കെ ശാസ്ത്രം നമുക്ക് പറഞ്ഞു തരാറുണ്ട്. അല്ലാഹു അലം, ഇസ്ലാം പറഞ്ഞ, ഖുർആൻ പറഞ്ഞ, മുത്തനബി പഠിപ്പിച്ച, മഹാന്മാര് പറഞ്ഞു തന്ന കാര്യങ്ങൾ, അതാണ് ഹഖ്, അതാണ് സത്യം. അതിലേക്കാണ്, അവര് പറഞ്ഞു വെച്ച കാര്യങ്ങളിലേക്കാണ് ഇന്ന് ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ പോലും എത്തിച്ചേരുന്നത്. വൽ അർളു സാലിസ, പിന്നെ അതിന്റെയും ചോട്ടിൽ മൂന്നാമത്തെ ഭൂമിയുണ്ട്. അവിടെ ഫീഹാ ഖൽഖുൻ, അവിടെ ഒരു തരം സൃഷ്ടികളുണ്ട്. ലാ യഅസൂനല്ലാഹ തർഫതൈൻ, ഒരു സെക്കൻഡ് പോലും അല്ലാഹ്ക്ക് അനുസരണക്കേട് കാണിക്കാത്ത മലക്കുകളെ പോലെ, മലക്കുകളല്ല, എന്നാൽ ഒരു സെക്കൻഡ് പോലും പടച്ച റബ്ബിനെതിരെ തെറ്റ് ചെയ്യാത്ത, അനുസരണക്കേട് കാണിക്കാത്ത ഒരു വിഭാഗം സൃഷ്ടികൾ മൂന്നാമത്തെ ഭൂമിയിലുണ്ട് എന്ന്. അവർ ഒരു സെക്കൻഡ് പോലും അവർ തെറ്റ് ചെയ്യുകയില്ല. എന്നിട്ട് കാണാം അതിന്റെ വിശദീകരണം, ലൈലുഹും നഹാറുന നഹാറുഹും ലൈലുന, അവരുടെ പകൽ നമുക്ക് രാത്രിയാണ്, നമ്മുടെ പകൽ അവർക്ക് രാത്രിയാണ് എന്ന് പറഞ്ഞാൽ, നമുക്ക് രാത്രിയാകുമ്പോൾ അവർക്ക് പകലാണ്, അവർക്ക് പകലാകുമ്പോൾ നമുക്ക് രാത്രിയാണ്. അങ്ങനത്തെ ഒരു ലോകത്ത് മൂന്നാമത്തെ ഭൂമിയിൽ ഒരു വിഭാഗം പടപ്പുകളുണ്ട്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന, പടച്ചറബിന് വഴിപ്പെടുന്ന, ഒരു സെക്കൻഡ് പോലും അള്ളാഹ്ക്കെതിരെ ചെയ്യാത്ത ഒരു വിഭാഗം ആളുകൾ എന്ന്. വൽ അർളുൽ റാബിയ, നാലാമത്തെ ഭൂമി, അവിടെയാണ് ഫീഹാ ഹിജാറത്തുൽ കിബ്രീത്ത്, അവിടെയാണ് ഹിജാറത്തുൽ കിബ്രീത്ത് ഉള്ളത്. അല്ലത്തി അഅദ്ദഹല്ലാഹു ലി അഹ്ലിന്നാർ, നരകക്കാർക്ക് വേണ്ടി അല്ലാഹു തയ്യാറാക്കി വെച്ച പ്രത്യേകമായ കല്ലുകളാണ് ഹിജാറത്തുൽ കിബ്രീത്ത്. ഹിജാറത്തുൽ കിബ്രീത്ത് എന്ന കല്ലുകളുള്ളത് നാലാമത്തെ ഭൂമിയിലാണ് എന്ന്
പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞല്ലോ, വഖൂദുഹന്നാസു വൽ ഹിജാറ, നരകം കത്തിക്കാനുള്ള വിറക്, വഖൂദുഹ അന്നാസു ജനങ്ങളും, വൽ ഹിജാറ കല്ലുകളുമാണ്. അല്ലേ? നരകത്തിലേക്ക് ഒരാളെ കൊണ്ടുപോയിടുമ്പോ അവന്റെ കൂടെ നരകം തീരുമാനിക്കപ്പെട്ട ഒരാളെ നരകത്തിലേക്ക് കൊണ്ടുപോയിടുമ്പോ അവന്റെ കൂടെ മഅഹു അൽ ഹിജാറത്തു വശൈത്താൻ, ഓരോരുത്തരുടെ കൂടെ ഒരു കല്ലും ഒരു ശൈത്താനും ഉണ്ടാകും എന്ന് മഹാനായ സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളെ ഒറ്റക്കല്ല നരകത്തിലേക്ക് കൊണ്ടുപോയിടുക, അവനെ കൊണ്ടുപോയിടുമ്പോ അവന്റെ ശൈത്താൻ, നമ്മുടെ ഓരോരുത്തരുടെ കൂടെ ഒരു ശൈത്താനുണ്ട്. അള്ളാഹു അവന്റെ ശർറിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. ഏത് സമയത്തും നമ്മെക്കൊണ്ട് തെറ്റ് ചിന്തിപ്പിക്കാനും തെറ്റ് ചെയ്യിപ്പിക്കാനും തെറ്റായ വഴിയിലേക്ക് വളരെ വേഗത്തിൽ നമ്മളെ കൊണ്ടുപോകാൻ ഓരോരുത്തരുടെ കൂടെ ഓരോ ശൈത്താന്മാരുണ്ടാവും. ആ ശൈത്താൻ അവനെ നമ്മുടെ കൂടെ ശരീരത്തിൽ കെട്ടിയിട്ട്, അതേപോലെ നരകം കത്തിക്കാനുള്ള ഒരു വലിയ കല്ലും നമ്മുടെ ശരീരത്തിൽ കെട്ടി ഒരു മനുഷ്യനെ നരകത്തിൽ കൊണ്ടുപോയിടുമ്പോ മഅഹു അൽ ഹിജാറ വ ശൈത്താൻ, ഒരു കല്ലും ഒരു ശൈത്താനും അവന്റെ കൂടെ ഉണ്ടാവും. അങ്ങനെയാണ് നരകത്തിലേക്ക് ഇടുക. ആ നരകത്തിലേക്ക് നമ്മ കൊണ്ടുപോയിടുമ്പോ നരകം കത്തിക്കാനുള്ള ആ കല്ല് അത് ഹിജാറത്തുൽ കിബ്രീത്ത്, ഹിജാറത്തുൽ കിബ്രീത്ത് എന്ന കല്ലാണ് എന്നാണ് ഈ അള്ളാന്റെ സൃഷ്ടിപ്പിന്റെ അത്ഭുതത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് അറായിസുൽ മജാലിസ് എന്ന് പറയുന്ന കിതാബ്, മഹാന്മാരായ അമ്പിയാക്കളുടെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തുന്ന ഖിസസുൽ അംബിയാ, അമ്പിയാക്കളുടെ ഖിസ്സകൾ രേഖപ്പെടുത്തുന്ന വളരെ മനോഹരമായ ഒരു ഗ്രന്ഥമാണത് മഹാനവറുകൾ രേഖപ്പെടുത്തുന്നത്. ആ സംഭവം പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിച്ച ഒരു ചരിത്രവും മഹാനവറുകൾ അതിനോടൊപ്പം ചേർത്തി പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു തആല അൻഹു ഹജ്ജിന് വേണ്ടി പോവുകയാണ്. മിസ്റിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന്, മിസ്റിൽ നിന്ന് ഹജ്ജിന് വേണ്ടി യാത്ര തിരിച്ചു. കൂടെ ആളുകളുണ്ടായിരുന്നു. മലമടക്കുകളും മരുഭൂമികളുമൊക്കെ താണ്ടിക്കടന്ന് എത്രയോ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ യാത്ര ചെയ്തുകൊണ്ടാണ് പുണ്യമായ മക്കത്തേക്ക് അവർ കടന്നു വരുന്നത്. ആ യാത്രാവേളയിൽ ബഹുമാനപ്പെട്ട മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു അൻഹു ഒറ്റപ്പെട്ടു. കൂടെ പല യാത്രക്കാരും ഉണ്ടായിരുന്നു. ദുർഘടം പിടിച്ച യാത്ര, ചിലപ്പോ വേഗം കൂടിയ ഒട്ടകങ്ങൾ, വേഗത കുറഞ്ഞ ഒട്ടകങ്ങൾ, കൂരിട്ടത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ ശക്തമായി കാറ്റടിച്ചു വീശിയാൽ, അല്ലെങ്കിൽ മഴ പെയ്താൽ, അങ്ങനെ പ്രയാസങ്ങൾ നിറഞ്ഞ അങ്ങനെയുള്ള യാത്രകൾ ചിലപ്പോൾ പലരും ഒറ്റപ്പെട്ടു പോകും. ബഹുമാനപ്പെട്ട മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു തആല അൻഹു അങ്ങനെ യാത്രയിൽ കൂടെയുള്ള സഹയാത്രികളിൽ നിന്ന് ഒറ്റപ്പെട്ടു. അങ്ങനെ ഒരു രാത്രി ഒറ്റക്കങ്ങനെ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ ഒരു രാത്രി ബഹുമാനപ്പെട്ടവര് ആ യാത്രാവേളയിൽ ഒരു വീട് കണ്ടു. ആ വീടിന്റെ ഉമ്മറത്തെത്തി ഒരല്പനേരം അവിടെ വിശ്രമിക്കാമെന്ന് തീരുമാനിച്ചു. ബഹുമാനപ്പെട്ടവര് ആ വീട്ടിന്റെ വാതിലിന്റെ മുന്നിൽ ആ ഉമ്മറത്തിരിക്കുന്ന സമയത്ത് ആ വീട്ടിന്റെ ഉള്ളിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നു, ഒരു കരച്ചിൽ. ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, സമയത്ത് ബുക്കാ റജുൽ, ഒരാളുടെ കരച്ചിൽ കേട്ടു ഉള്ളിൽ നിന്ന്. എന്താ കരഞ്ഞു പറയുന്നത് എന്നറിയോ? റബ്ബേ ഇലാഹി വഇസ്സതിക വജലാലിക് മാ അറദ്തു ബിമഅസിയതി മുഖാലഫതക്. പടച്ചവനെ, ഞാൻ തെറ്റ് ചെയ്തു. ആ തെറ്റ് ചെയ്യുമ്പോ ഞാൻ ആ തെറ്റുകൊണ്ട് ഉദ്ദേശിച്ചത് നിനക്ക് എതിര് ചെയ്യുക എന്നല്ല. തെറ്റ് ചെയ്തു റബ്ബേ, ചെയ്യാൻ പാടില്ലാത്ത തെറ്റ്, എല്ലാ തെറ്റും അള്ളാഹ്ക്കെതിരാണ്. അല്ലേ? ഏത് തെറ്റും അള്ളാഹ്ക്കെതിരെ ധിക്കാരം ചെയ്യലാണ്. കള്ളുകുടിയും വ്യഭിചാരവും, ഏത് തെറ്റും കൊലപാതകവും, നമ്മൾ ഏത് തെറ്റിലും അള്ളാഹ്ക്കെതിരാണ്. അത് പടച്ച റബ്ബിനെതിരാണ്. അള്ളാഹ്ക്കെതിരെ ധിക്കാരം കാണിക്കലാണ് മനുഷ്യൻ. പടച്ചവനെ, ഞാൻ തെറ്റ് ചെയ്തവനാ. ഇലാഹി, അല്ലാഹുവേ, നിന്റെ ഇസ്സത്തിന് തന്നെയാണ് സത്യം, നിന്റെ പ്രതാപത്തെ തന്നെയാണ് സത്യം, നിന്റെ മഹത്വം തന്നെയാണ് സത്യം. വഇസ്സതിക വജലാലിക്, അല്ലാഹുവേ, ഞാൻ തെറ്റ് ചെയ്യുമ്പോൾ നിനക്കെതിരായി ഉദ്ദേശിച്ചതല്ല, നിനക്കെതിരെ ധിക്കാരം ചെയ്തതല്ല. മാ അറദ്തു ബിമഅസിയതി മുഖാലഫതക്. പടച്ചവനെ, വലാകിന്നി അസൈതുക ഇദ അസൈതുക ബിജഹ്ലി, എന്റെ വിവരമില്ലായ്മ കൊണ്ട് ചെയ്തു പോയ തെറ്റാണ്.
എന്റെ അവിവേകം കൊണ്ട് ചെയ്തു പോയ തെറ്റാണ് റബ്ബേ, എന്റെ ബുദ്ധിശൂന്യത കൊണ്ട് ചെയ്ത തെറ്റാണ് റബ്ബേ, എന്റെ ബുദ്ധിയില്ലായ്മ കൊണ്ട് ചെയ്തു പോയ തെറ്റാണ് റബ്ബേ. വഖാലഫ്തുക, പടച്ചവനെ നിനക്ക് ഞാൻ എതിര് ചെയ്തു, ശരിയാ. തെറ്റ് ചെയ്യുമ്പോൾ നിനക്ക് ഞാൻ എതിരാണ് എന്നുദ്ദേശിച്ചതല്ല, നിനക്കെതിരെ ധിക്കാരം ചെയ്യണം, നിനക്കെതിരെ ഒരു തെറ്റ് ചെയ്യണമെന്ന് ഉദ്ദേശിച്ച് തെറ്റ് ചെയ്തതല്ല. എന്റെ വിവരമില്ലായ്മ കൊണ്ട് അവിവേകം കൊണ്ട് ചെയ്ത തെറ്റാണ്. പക്ഷെ തെറ്റ് ചെയ്തപ്പോ പിന്നെ അത് നിനക്കെതിരായി, ഞാൻ നിനക്കെതിരെ ചെയ്തവനായി. വഖാലഫ്തുക ഇദ് ഖാലഫ്തുക ലിശഖ്വതി, പടച്ചവനെ അതെന്റെ പരാജയമാണ്, നിനക്കെതിരെ ഞാൻ ധിക്കാരം ചെയ്തത് എന്റെ പരാജയമാണ് റബ്ബേ. അതുകൊണ്ട് അല്ലാ, ഞാൻ ശിക്ഷക്ക് അർഹനാണ്, ഞാൻ നരകം കിട്ടാൻ അർഹനാണ്. അല്ലാഹുവേ, ഫൽആന മിൻ അദാബിക, നിന്റെ അദാബിൽ നിന്ന്, നിന്റെ ശിക്ഷയിൽ നിന്ന് ഞാൻ ആരോടാ പറയ റബ്ബേ? മയ്യുൻഖുദുനി, ആരാ എന്നെ രക്ഷപ്പെടുത്താ? നിന്റെ അദാബ് കിട്ടാൻ ഞാൻ അർഹനാണ്, നിന്റെ ശിക്ഷ ഞാൻ കിട്ടേണ്ടവനാ, ഞാൻ തെറ്റ് ചെയ്തവനാ, ഞാൻ നിനക്കെതിരെ ധിക്കാരം ചെയ്തവനാ. ആരാണ് നിന്റെ ശിക്ഷയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താനുള്ളത് റബ്ബേ? വാദുനൂബാ, ഞാൻ ചെയ്ത തെറ്റുകൾ, പാപങ്ങൾ, ഞാൻ വലിയ പാപിയാണല്ലോ. വാ ഗൗസാ, എന്നാരാണ് സഹായിക്കാനുള്ളത് റബ്ബേ? നീയല്ലാതെ. യാ അല്ലാ എന്ന് നിലവിളിച്ച് പൊട്ടിക്കരയുകയാണ് ഈ മനുഷ്യൻ. മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ആ മനുഷ്യന്റെ തൗബയുടെ കരച്ചിൽ കേട്ടപ്പോ, ആ മനുഷ്യന്റെ ശിക്ഷയെ പേടിച്ചുകൊണ്ടുള്ള വേദന കേട്ടപ്പോ എന്റെ കണ്ണിൽ നിന്നും കണ്ണീര് വന്നു. അല്ലാഹുവിന്റെ ശിക്ഷയെ ഓർത്തപ്പോൾ, പാപികൾക്ക്, ഹറാമികൾക്ക്, തെറ്റുകാർക്ക് നരകത്തിലുള്ള കിട്ടാൻ പോകുന്ന ശിക്ഷയെ ഓർത്തപ്പോൾ എനിക്കൊരായത്ത് ഓർമ്മ വന്നു. ഫഖറഅത്തുൽ ആയ, ഞാൻ ആ ആയത്തോതി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസു വൽ ഹിജാറ. ഈ ആയത്ത് ഞാനങ്ങോട്ട് ഓതി, ഉറക്കനെ ഓതി. ആ വീട്ടിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഞാൻ ഈ ആയത്ത് ഉറക്കെ ഓതി. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ മുഅ്മിനീങ്ങളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, ഖൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണം. നിങ്ങളെ മാത്രം പോരാ, വഅഹ്ലീകും, നിങ്ങളുടെ കുടുംബക്കാരെയും നിങ്ങൾ സൂക്ഷിക്കണം. നാറാ, അല്ലാഹുവിന്റെ ശിക്ഷയുടെ വീടായ നരകത്തിൽ നിന്ന്. കാരണം വഖൂദുഹാ അന്നാസു വൽ ഹിജാറ, നരകം കത്തിക്കാനുള്ള ഇന്ധനം അത് മനുഷ്യ ശരീരങ്ങളും കല്ലുകളുമാണ് എന്ന് പറയുന്ന ആയത്ത് ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് ഓതി. ഞാൻ ഓതിയത് കൊണ്ടോ എന്തോ എന്ന് എനിക്കറിയില്ല. എന്റെ ആയത്തോതി പൂർത്തിയായപ്പോഴേക്ക് ആ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് പ്രത്യേകമായ ഒരു ശബ്ദം കേട്ടു, ഒരു ആക്രോശവും ഒരു തേങ്ങം കേട്ടു. പിന്നെ ഒരു ശബ്ദവും കേട്ടില്ല. പിന്നെ ആ മനുഷ്യന്റെ കരച്ചിൽ കേട്ടില്ല, ആ മനുഷ്യന്റെ തേങ്ങൽ പിന്നെ കേട്ടില്ല. പിന്നെ ഒരക്ഷരവും അകത്ത് നിന്ന് കേട്ടില്ല. പിന്നെ ഞാൻ അവിടുന്ന് പുറത്തേക്ക് പോയി. ഞാൻ അവിടുന്ന് രാത്രിയാണല്ലോ, നേരം പുലരുന്നതിന് മുമ്പ് ആ വീട് ഏതാണ് എന്ന് മനസ്സിലാക്കാൻ ആ വീട്ടിന്റെ മുന്നിൽ ഒരടയാളം വെച്ചുകൊണ്ട് ഞാൻ അവിടുന്ന് പോയി. നേരം പുലർന്നു. ഞാൻ ആ വീട്ട് അന്വേഷിച്ച അടയാളം നോക്കി. ആ അടയാളം കണ്ടുപിടിച്ച് ഞാൻ ആ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ സുബ്ഹാനല്ലാഹ്, ഒരു മാതാവ് ആ വീട്ടിൽ നിന്ന് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. ഒരല്പനേരം കഴിഞ്ഞപ്പോൾ ആ ഉമ്മ കരഞ്ഞുകൊണ്ട്, വേദനിച്ചുകൊണ്ട് കഫംപുടയുമായിട്ടാണ് ആ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. ആരൊക്കെയോ അയൽക്കാരടുത്ത്, കൂടുതൽ ആളുകളൊന്നുമില്ല. വിശാലമായ മരുഭൂമിയാണല്ലോ, ഒറ്റപ്പെട്ട് താമസിക്കുന്നവരാണല്ലോ, വളരെ കുറഞ്ഞ അയൽക്കാരെയുള്ള അവരൊക്കെ കടന്നു വരുന്നുമുണ്ട്. ഞാൻ ആ ഉമ്മയോട് ചോദിച്ചു, എന്താ കാര്യം? അപ്പോൾ പറഞ്ഞു, എന്റെ മകൻ മരണപ്പെട്ടു. ഇന്നലെ രാത്രി എന്റെ മകൻ മരിച്ചുപോയി. അവന്റെ മയ്യത്ത് കഫൻ ചെയ്യാനുള്ള കഫൻ തുണിയാണിത്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ഉമ്മ പറഞ്ഞു. ഞാൻ ആ ഉമ്മയോട് കാര്യങ്ങൾ അന്വേഷിച്ചു. അപ്പോൾ പറഞ്ഞു, സഹോദരാ, ഇന്നലെ
രാത്രി എന്നും അങ്ങനെയാണ്. അത്രയാണ് അവൻ തഖ്വ ചെയ്തവനാ. അവൻ തേങ്ങി കരയാറുണ്ട്. ചെയ്തോർത്ത് എന്റെ മകൻ വലിയ പാപം ചെയ്തവനല്ല, എന്റെ മകൻ വ്യഭിചരിച്ചല്ല, എന്റെ മകൻ കളു കുടിച്ചവനല്ല, എന്റെ മകൻ കൊലപാതകം നടത്തിയവനല്ല, വലിയ വൻകുറ്റമൊന്നും ചെയ്തവനല്ല അവൻ. പക്ഷേ അവൻ ചെയ്ത ചെറിയ പാപങ്ങളെപ്പോലും ഓർത്തുകൊണ്ട് അവൻ വേദനിച്ച് പൊട്ടിക്കരയാറാണ് പതിവ്. അവൻ നല്ലവനായിരുന്നു. യക്തസിബ്, പകൽ സമയം അവൻ കുറച്ചു നേരം അധ്വാനിക്കാൻ പോകും. അവൻ പകൽ ജോലിക്ക് പോകും. എന്നിട്ട് അവൻ ആ പകൽ കൂലിയുമായി വരും. കിട്ടുന്ന കൂലി മൂന്നാക്കി തിരിക്കും. സുലുസല്ലി, മൂന്നിലൊന്ന് എനിക്ക് തരും, എനിക്ക് ഭക്ഷണം കഴിക്കാൻ, എന്റെ ആവശ്യങ്ങൾക്ക് ഉമ്മാക്ക് വേണ്ടി മൂന്നിലൊന്ന് അവൻ ഓരോ ദിവസവും സമ്പാദിച്ചുകൊണ്ട് വരുന്നതിൽ കുറച്ചേ അവൻ സമ്പാദിക്കാറുള്ളൂ. ആവശ്യത്തിന് എനിക്ക് മൂന്നിലൊന്ന് അവൻ തരും. മൂന്നിലൊന്ന് അവൻ മിസ്കീന്മാർക്ക്, പാവങ്ങൾക്ക്, ഫക്കീർമാർക്ക് സദഖയും ചെയ്യും. എല്ലാ ദിവസവും അവന് നോമ്പാണ്, എല്ലാ ദിവസവും അവൻ നോമ്പെടുക്കാറാണ് പതിവ്. മൂന്നിലൊന്ന് അതുകൊണ്ട് അവൻ ഭക്ഷണം വാങ്ങി അവൻ നോമ്പ് തുറക്കാനും അവന്റെ അത്താഴത്തിനും നീക്കിവെക്കുകയും ചെയ്യും. മൂന്നിലൊന്ന് അവന്റെ കാര്യത്തിന്, മൂന്നിലൊന്ന് എനിക്ക്, മൂന്നിലൊന്ന് പാവങ്ങൾക്ക്. ഓരോ ദിവസവും അവൻ അധ്വാനിക്കും. ബാക്കിയുള്ള സമയം മുഴുവൻ ഇബാദത്തിലാ. രാത്രിയായാൽ പൊട്ടിക്കരച്ചിലാ. മോനെ, ഇന്നലെ രാത്രി അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്താണ് ഏതോ ഒരു യാത്രക്കാരൻ ഈ വീട്ടിന്റെ മുന്നിലൂടെ പോയി. ഏതോ ഒരു വഴിയാത്രക്കാരൻ ഈ വീട്ടിന്റെ മുന്നിലൂടെ പോയി. വീട്ടിന്റെ മുന്നിലെത്തിയപ്പോൾ ആ യാത്രക്കാരൻ അല്ലാഹുവിന്റെ കലാമില് പരിശുദ്ധമായ ഖുർആനിൽ ആയത്തോതി, നരകത്തിലെ വിറക് മനുഷ്യ ശരീരങ്ങളും കല്ലുകളുമാണ് എന്ന ആയത്തോതി. ആ ആയത്ത് കേട്ടതോടുകൂടെ ഒരു പടച്ചൽ, ഒരു തേങ്ങൽ, ഒരു ശബ്ദം, അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയും ഉച്ചരിച്ചുകൊണ്ട് എന്ന മകൻ അത് കേട്ടതോടുകൂടെ കൽബ് പൊട്ടി മരിച്ചു മോനെ എന്ന് ഈ ഉമ്മ മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു അൻഹുവിനോട്. സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഉമ്മ, ഞാൻ മൻസൂർ ഇബ്നു അമ്മാർ എന്ന ആളാണ്. ഞാൻ പുണ്യമായ ഹജ്ജിന് പോവുകയാണ്. ഞാനാണ് ഇതുവഴി ഇന്നലെ കടന്നുപോയത്. ഞാനാണ് ആയത്തോതിയത്. നിങ്ങളുടെ മകൻ മുഅ്മിനായി മരിച്ചല്ലോ. അല്ലാഹുവിന്റെ ഖുർആൻ കേട്ടിട്ട് പരിപൂർണ്ണ നസ്വായ തൗബ ചെയ്തിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലിയിട്ട് അൽഹംദുലില്ലാഹ് ഉമ്മ, നിങ്ങൾ ഭാഗ്യവതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിച്ചു. ബഹുമാനപ്പെട്ട മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു അൻഹു. ഞാൻ പറഞ്ഞു വന്നത്, മഹാന്മാർ ഖുർആൻ, വിശുദ്ധമായ ഖുർആനിലെ ഒരു വാക്ക് കേട്ടാൽ അത് ചിന്തിക്കുന്നവർ, കൽബിലേക്ക് തട്ടുന്നവർ, അതിൽ പേടിച്ചിരുന്നവർ, അതിൽ ആലോചിച്ചിരുന്നവർ. വൈദാ തുലിയത് അലൈഹിം ആയാതു സാദതും ഈമാനാ. ഖുർആനാണ് അത്ഭുതങ്ങൾ പറഞ്ഞു തന്നത്. ഖുർആനാണ് വിശുദ്ധമായ കലാമാണ്. സൃഷ്ടിപ്പിന്റെ മഹാത്ഭുതങ്ങൾ പറഞ്ഞു തന്നത്. അതൊക്കെ കേൾക്കുമ്പോ, ഖുർആൻ പഠിക്കുമ്പോ, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഇതൊക്കെ ഓർത്തുകൊണ്ട് ഈമാൻ വർദ്ധിക്കുന്നവർ, നല്ല ഈമാൻ കത്തിപ്രകാശിക്കുന്ന അവസ്ഥയിൽ അങ്ങനെയൊക്കെ മരിച്ചുപോയവർ. നമ്മുടെയൊക്കെ അവസ്ഥയോ അല്ലാഹു അലം. പടച്ചറബ് നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. إذا قيل من رب هذه السماء فليس سواه له مضطرب ولو قيل رب سوى ربنا لقال العباد جميعا كذب. ആരാണ് ഈ പടപ്പുകളുടെ മുഴുവനും ഉടമസ്ഥൻ? ഈ ഭൂമിയുടെ ഇങ്ങനെ ഒന്നാം ഭൂമി, രണ്ടാം ഭൂമി, മൂന്നാം ഭൂമി, നാലാം ഭൂമി, ഓരോ ഭൂമികൾ പരിശുദ്ധമായ മഹാന്മാര് അല്ലാഹുവിന്റെ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ, മുത്തനബിയുടെ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ വളരെ അവഗാഹത്തോടുകൂടെയുള്ള പഠനം നടത്തിയിട്ടാണ് ഓരോ ഭൂമികളെ വിശദീകരിച്ചത്. ഏഴാമത്തെ ഭൂമിയിലാണ് അർശു ഇബ്ലീസ്, ഇബ്ലീസിന്റെ സിംഹാസനം എന്ന് മഹാന്മാര് പറയുന്നുണ്ട്.
ഇബ്ലീസിന്റെ അർശ് വജുനൂദു, ഇബ്ലീസിന്റെ അനുയായികൾ, ഇബ്ലീസിന്റെ തമ്മാടികൾ, അവരുടെ കേന്ദ്രമാണ് 7ാം ഭൂമി. അവിടെയാണ് ഇപ്പോൾ നരകമുള്ളത് എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ചുവല്ലോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ ഓരോ പടപ്പുകളെ അറിയുമ്പോൾ റബ്ബിനറിയണം. ഇദാ ഖീല മൻ റബ്ബു ഹാദിസ് സമാ, ആകാശഭൂമികളെ കുറിച്ച് പഠിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ അറിയണം ആരാണ് ഇതിന്റെയൊക്കെ റബ്ബ് എന്ന്. അള്ളാഹുവിനെ അറിയാം, റബ്ബിനെ അറിയാം. എല്ലാ പടപ്പുകളുടെയും ഉടമസ്ഥൻ അള്ളാഹുവാണ്. അള്ളാഹു അല്ലാതെ, റബ്ബല്ലാതെ ഇതൊക്കെ പടച്ചത് വേറെ ആരെങ്കിലുമാണെന്ന് പറഞ്ഞാൽ ലഖാലൽ ഇബാദു ജമീഅൻ കദിബ്, അവര് പറഞ്ഞത് പച്ചപ്പൊള്ളാണ്, അവര് പറയുന്നത് പച്ചക്കളവാണ്. അള്ളാഹുവാണ് എല്ലാ ചെറുതും വലുതുമായ സൃഷ്ടികളെ പടച്ചത്. അല്ലാഹ് ചോദിച്ചല്ലോ, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒരു കൊതുകിന്റെ ചിറക് നിങ്ങൾക്ക് പടക്കാൻ കഴിയോ? ഒരു രോമത്തിന്റെ ഒരു പൊട്ട് നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയോ? ഒരു ചെറിയ സസ്യത്തിന്റെ അത്ഭുതങ്ങളാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ പടച്ചു. ഭൂമി അല്ലാഹുവിനോട് പരാതിപ്പെട്ടു. അപ്പോൾ ഭൂമി വറക്കാൻ തുടങ്ങി. ഭൂമിയുടെ കുലുക്കങ്ങളും വറച്ചിലും അവസാനിപ്പിക്കാൻ പർവ്വതങ്ങളെ പടച്ചു. ആ പർവ്വതങ്ങളെ പടച്ച് ഭൂമിയിൽ അങ്ങോട്ട് തറച്ചപ്പോ ഇത് കണ്ടിട്ട് ഫഅജിബത്തിൽ മലായികത്തു മിൻ ശിദ്ദത്തിൽ ജിബാൽ, മലായികത്ത് അത്ഭുതപ്പെട്ടു ഈ പർവ്വതങ്ങളെ ശക്തി കണ്ടിട്ട്. കാരണം ഭൂമി ഈ പങ്ങളെ അങ്ങോട്ട് തറച്ചു കൊടുത്തപ്പോഴേക്ക് നിന്നു. അപ്പോൾ ഈ പർവ്വതങ്ങളുടെ ശക്തി, ശിദ്ദത്തുൽ ജിബാൽ, പർവ്വതങ്ങളുടെ ശക്തി കണ്ടിട്ട് മലക്കുകൾ അത്ഭുതപ്പെട്ടു. മലക്കുകൾ ചോദിച്ചു, റബ്ബേ. ഫഖാലത്തിൽ മലായിക, മലക്കുകൾ ചോദിച്ചു, യാ റബ്ബി ഹൽ മിൻ ഖൽഖിക ശൈഉൻ അശദ്ദു മിനൽ ജിബാൽ, ഈ പർവ്വതങ്ങളെക്കാൾ ശക്തിയുള്ള വല്ല പടപ്പുകളും നിനക്കുണ്ടോ അല്ലാഹ്? അപ്പോൾ അല്ലാഹ് പറഞ്ഞു, ഖാല അൽ ഹദീദ്, പർവ്വതങ്ങളെക്കാൾ ശക്തിയുള്ള സൃഷ്ടിയുണ്ട്. അൽ ഹദീദ്, ഇരുമ്പ്. ഇരുമ്പ് അല്ലേ? ഇന്ന് മനുഷ്യൻ കണ്ടുപിടിച്ച ഇരുമ്പ് കൊണ്ട് തന്നെ ചെയ്യുന്ന അത്ഭുതങ്ങൾ എന്താ അല്ലേ? ഇന്ന് മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന അത്ഭുതങ്ങൾക്ക് പിന്നിൽ യന്ത്രങ്ങൾ, സംവിധാനങ്ങൾ, അതിന്റെയൊക്കെ പിന്നിൽ ഇരുമ്പ് എന്ന് പറയുന്ന സൃഷ്ടിക്ക് വലിയ പങ്കുണ്ട്. പിന്നെയും മലക്കൾ ചോദിച്ചു, യാ റബ്ബി ഹൽ മിൻ ഖൽഖിക അശദ്ദു മിനൽ ഹദീദ്, ഇരുമ്പിനേക്കാൾ ശക്തിയുള്ള വേറെ വല്ല പടപ്പുണ്ടോ? അപ്പോൾ അല്ലാഹു പറഞ്ഞു, ഉണ്ട്. അന്നാർ, തീ എന്ന് പറഞ്ഞു. തീ, ഏത് ഇരുമ്പിനെയും ഉരുക്കി ഒലിപ്പിക്കാൻ കഴിവുള്ള അഗ്നി, തീ എന്ന് പറഞ്ഞു. റബ്ബേ, യാ റബ്ബി ഹൽ മിൻ ഖൽഖിക ശൈഉൻ അശദ്ദു മിനൻ നാർ, തീയിനേക്കാൾ ശക്തിയുള്ള വേറെ വല്ല സൃഷ്ടിയുണ്ടോ? അപ്പൊ പറഞ്ഞു, ഖാല അൽ മാ, വെള്ളം എന്ന് പറഞ്ഞു. പടച്ചവനെ, അശദ്ദു മിനൽ മാ, വെള്ളത്തെക്കാൾ വലിയ ശക്തിയുള്ള വല്ല സൃഷ്ടിയുമുണ്ടോ? അപ്പോൾ റബ്ബ് പറഞ്ഞു, അർരീഹ്, കാറ്റ് എന്ന് പറഞ്ഞു. കാറ്റ് കാരണം നമ്മളിപ്പോ ഫാൻ തിരിയുമ്പോണ്ടാവണ കാറ്റ് എന്ന അർത്ഥത്തിലല്ല. അള്ളാഹുവിന്റെ അത്ഭുതകരമായ കാറ്റുകൾ, പ്രത്യേകമായ വാതകങ്ങൾ, സൃഷ്ടിപ്പിന്റെ അത്ഭുതങ്ങൾ, പർവ്വതങ്ങളെക്കാൾ, ഇരുമ്പിനേക്കാൾ, ആ ഇരുമ്പിനെ ഒരുക്കുന്ന തീയിനേക്കാൾ, ആ തീയിനെ കെടുത്തി കളയുന്ന വെള്ളത്തെക്കാൾ, എല്ലാ സൃഷ്ടി വൈഭവങ്ങളുടെയും എല്ലാ ജീവന്റെയും ഉറവിടമായ വെള്ളം എന്ന് പറയുന്ന അത്ഭുത സൃഷ്ടിയേക്കാൾ, അതിനേക്കാൾ ശക്തിയുള്ളതാണ് റീഹ് എന്ന് പറഞ്ഞു. പടച്ചവനെ, യാ റബ്ബി ഹൽ മിൻ ഖൽഖിക ശൈഉൻ അശദ്ദു മിനർ റീഹ്, ആ റീഹിനേക്കാൾ ശക്തിയുള്ള വേറെ വല്ല സൃഷ്ടിയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് റബ്ബ് തആല പറഞ്ഞത്, ഉണ്ട്. അൽ ഇൻസാൻ യതസദ്ദഖു ബിയമീനി ഫയുഖ്ഫിഹാ അൻ ശിമാലി, വലത്തെ കൈ കൊടുക്കുന്നത് ഇടത്തെ കൈ പോലും അറിയാതെ വളരെ രഹസ്യമായ സദഖ ചെയ്യുന്ന മനുഷ്യൻ. ഇതിപ്പോ എന്താ? ഇതുവരെ പറഞ്ഞതൊക്കെ ഏറ്റവും വലിയ ശക്തി പർവ്വതത്തിനുണ്ടെന്ന് നമുക്ക് മനസ്സിലായി.
അതിനേക്കാൾ വലിയ ശക്തി ഇരുമ്പിനുണ്ട്, അതിനേക്കാൾ വലിയ ശക്തി തീക്കുണ്ട്, അതിനേക്കാൾ വലിയ ശക്തി വെള്ളത്തിനുണ്ട്, അതിനേക്കാൾ വലിയ ശക്തി കാറ്റിനുണ്ട്. പടച്ച റബ്ബിന്റെ സൃഷ്ടിപ്പിന്റെ ചില രഹസ്യങ്ങളും അത്ഭുതങ്ങളും ശക്തികളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മലായിക്കത്തിന് പറഞ്ഞു കൊടുത്തു. മലക്കൾ ചോദിച്ചു, പടച്ചവനെ അതിനേക്കാളൊക്കെ വലിയ ശക്തി ഉള്ളവരുണ്ടോ? അപ്പോഴാണ് പറഞ്ഞു, ഉണ്ട്, മനുഷ്യർ. ഏത് മനുഷ്യർ? എല്ലാ മനുഷ്യരുമല്ല. ചില മനുഷ്യർ അവർ ചെയ്ത അമൽ, അവർക്ക് ആ ശക്തി കിട്ടാൻ കാരണം, അവർക്ക് ആ ഏറ്റവും വലിയ ശക്തി കിട്ടാൻ കാരണം തീയിനെപ്പോലും പ്രതിരോധിക്കാൻ, കെടുത്തിക്കളയാൻ, തീയിനെപ്പോലും അതിജയിക്കുന്ന കാറ്റിനേക്കാൾ, വെള്ളത്തെക്കാൾ, അതിനേക്കാൾ ശക്തി നേടിയ ഏത് വലിയ തീയിനെയും കെടുത്തിക്കളയാൻ കഴിവുള്ളവർ, ഖബറിലെ അതിശക്തമായ തീയിനെ കെടുത്തിക്കളയാൻ കഴിവുള്ള ശക്തി നേടിയവർ, കത്തിയാളുന്ന നരകത്തീയിനെ കെടുത്തിക്കളയാൻ ശക്തി നേടിയവർ, അവർ ചില മനുഷ്യരാണ്. ആ മനുഷ്യർ ആ ശക്തി നേടാൻ കാരണമായത് യതസദ്ദഖു ബിയമീനി, അവർ വലത്തെ കൈകൊണ്ട് രഹസ്യമായി സദഖ ചെയ്തു. അവര് ആ ചെയ്ത വലത്തെ കൈ ചെയ്തത് അവരുടെ ശരീരത്തിലെ ഇടത്തെ കൈ പോലും അറിഞ്ഞില്ല. അവരാണ് ഏറ്റവും വലിയ ശക്തിയുള്ളവർ എന്ന് ബഹുമാനപ്പെട്ട മഹാന്മാരായ മലക്കുകളോട് രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുക്കുമെന്ന് ബഹുമാനപ്പെട്ട ഈ സൃഷ്ടിപ്പിന്റെ അത്ഭുതങ്ങൾ രേഖപ്പെടുത്തിയ അറായിസുൽ മജാലിസിൽ രേഖപ്പെടുത്തുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അവസാനിപ്പിക്കുകയാണ്. ഒരു മുഅ്മിൻ നേടിയെടുക്കേണ്ട യോഗ്യതകൾ അല്ലേ? മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബ. അല്ലാഹുവിനെ അറിയാൻ, പടച്ച റബ്ബിനെ അറിയാനുള്ള വഴി എന്ന് പറഞ്ഞാൽ പടച്ച റബ്ബിന്റെ സൃഷ്ടികളെക്കുറിച്ചുള്ള ആലോചനകളാണ്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. ബുദ്ധിയുള്ള ആളുകൾക്ക് അതിൽ ചിന്തിക്കാൻ വലിയ പാഠങ്ങളുണ്ട്. ഭൂമി, ആകാശം, അതിന്റെ സൃഷ്ടിപ്പ്, അതേപോലെ രാവ് പകല് മാറി മാറി വരുന്നത്, ആ ചിന്ത, ആ ആലോചന പരിശുദ്ധമായ ഖുർആൻ വളരെയേറെ പ്രോത്സാഹിപ്പിച്ച ചിന്തയാണ്, ആലോചനയാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അള്ളാഹിന്റെ പടപ്പുകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ അള്ളാഹുവിനെ അറിയാനായി കഴിയും. അള്ളാഹിനെ ഒരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ, അവൻ മഅരിഫത്തിന്റെ വഴിയിലൂടെ യാത്രയായാൽ അവൻ ഏറ്റവും ഉന്നതമായ ദർജയിലേക്ക് അവൻ എത്തിച്ചേരും. അവന്റെ സ്വഭാവങ്ങൾ നന്നാകും. അതിന്റെ ഒരു സൂചനയാണ് ഇവിടെ പറഞ്ഞത്. അവൻ ഏറ്റവും നല്ല സൽസ്വഭാവിയായി തീരും. അവന് കിട്ടുന്ന, സത്യത്തിൽ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവന്റെ എപ്പോഴുള്ള താല്പര്യമാണ് സമ്പത്ത്. അൽമാൽ ബൽ തുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയ. ദുനിയാവാണ് മനുഷ്യന് താല്പര്യം. ആ ദുനിയാവിന്റെ പിറകെയാണ് മനുഷ്യന്റെ ആലോചനകൾ, ചിന്തകൾ. അങ്ങനെ അവൻ ദുനിയാവിന്റെ പിറകെ പോയി അവന് ദുനിയാവ് കിട്ടി. ആ ദുനിയാവ് അത് അവൻ സദഖ ചെയ്യാണ്. സദഖ എന്നത് മനുഷ്യന്റെ ഒരു ഏറ്റവും ഉത്തമമായ ഒരു സ്വഭാവമാണ് അല്ലേ? അത് നമ്മൾ ചെയ്യുന്ന, നമ്മൾ ഒരു കാര്യത്തിന് സദഖ ചെയ്യുമ്പോൾ അത് നമ്മൾ വലിയ ആളാവാൻ, മറ്റുള്ളവർ നമ്മുടെ മുന്നിൽ കൈനീട്ടാൻ, നമ്മളും അങ്ങനെ ഒരു വലിയ ഒരാളാവാനുള്ളൊരു വഴിയല്ല. സദഖ അത് പ്രത്യേകിച്ച് ഇങ്ങനെ രഹസ്യമായി സദഖ ചെയ്യുന്നവൻ അത് ഏറ്റവും ഉത്തമമായ ഒരു സ്വഭാവമാണ്. അത് ഏറ്റവും നല്ല ഒരു സ്വഭാവം. ആ ഒരു സ്വഭാവം, അതിനാണ് പടച്ച റബ്ബ് നൽകുന്ന സ്ഥാനം. ആ സ്വഭാവം, ഖൽബ് നന്നാവുക, മനുഷ്യന്റെ മനസ്സിനെ നന്നാക്കി ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ മലായികത്തിന്റെ ദർജയിലേക്ക് ഉയരാനുള്ള വഴിയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അല്ലേ? ആ സ്വഭാവമാണ് ഏത് മേഖലകളിലും സൂക്ഷ്മതയും വിശുദ്ധിയും നിലനിർത്തുന്നത്. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും, പ്രത്യേകിച്ച് ഒരു മനുഷ്യനെ അളക്കാനുള്ള അളവുകോലാണ് സമ്പത്ത്. സമ്പത്തിനോടുള്ള സ്നേഹവും താല്പര്യവുമാണ് പലപ്പോഴും മനുഷ്യനെ തെറ്റുകുറ്റങ്ങൾ പോലും ചെയ്യിപ്പിക്കുന്നത് അല്ലേ? സമ്പത്തിനോടുള്ള ആർത്തിയാണ്, ദുനിയാവിനോടുള്ള താല്പര്യമാണ് മനുഷ്യനെ പല ഹറാമുകളിലേക്കും തെറ്റിലേക്കും എത്തിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. ബഹുമാനപ്പെട്ട താബിഈങ്ങളിൽപ്പെട്ട ഒരു മഹാനായിരുന്നു നൂഹ് ഇബ്നു മറിയം റഹിമഹുല്ലാ. വലിയ സമ്പന്നനായിരുന്നു, വലിയ മുതലാളിയായിരുന്നു. പക്ഷെ മുതലാളിയാണെങ്കിലും ധാരാളം ഇബാദത്ത് ചെയ്യുന്ന മുത്തഖിയായി ജീവിച്ചിരുന്ന ഒരു മഹാൻ നൂഹ് ഇബ്നു മറിയം താബിഈങ്ങളിൽപ്പെട്ട മഹാനായിരുന്നു.
അദ്ദേഹത്തിന് വലിയ വിശാലമായ ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. ആ മുന്തിരിത്തോട്ടത്തിന്റെ കാവൽക്കാരൻ 20 കൊല്ലമായി ജോലി ചെയ്യുന്ന മുബാറക്ക് എന്ന പേരുള്ള ഒരു തോട്ടക്കാരനുണ്ടായിരുന്നു. 20 കൊല്ലമായി അദ്ദേഹം തോട്ടക്കാരനാ. നോബിന് മറിയം റഹിമഹുല്ലാഹ് ബഹുമാനപ്പെട്ടവരുടെ തോട്ടക്കാരനായി ജോലി ചെയ്യുന്ന മുബാറക്ക് റഹിമഹുല്ലാഹ് അദ്ദേഹം വലിയ മഹാനാ. ഒരു ദിവസം 20 കൊല്ലത്തെ ജോലി പരിചയമുള്ള മുബാറക്ക് ജോലി ചെയ്യുന്ന ആ തോട്ടത്തിലേക്ക് നോബിന് മറിയം ഒരിക്കൽ കടന്നു വന്നു. എന്നിട്ട് മുന്തിരിത്തോട്ടത്തിലെ മുന്തിരിപ്പഴം അങ്ങനെ കായ്ച്ച് പാകമായി കൊണ്ടിരിക്കുന്ന മുന്തിരിയുടെ സീസണാണ്, കാലാണ്. അപ്പോൾ നോബിന് മറിയം പറഞ്ഞു, കുറച്ച് മുന്തിരി കൊണ്ടുവാ. ബഹുമാനപ്പെട്ട മുബാറക്ക് റഹിമഹുല്ലാഹ് തോട്ടക്കാരൻ കുറച്ച് മുന്തിരി കൊണ്ടുവന്ന മുന്തിരി വല്ലാത്ത പുളിയാണ്. അപ്പോൾ പറഞ്ഞു, മുബാറക്ക് ഇത് വല്ലാത്ത പുളിയാണല്ലോ, മധുരമുള്ള മുന്തിരിയില്ലേ, മധുരമുള്ള മുന്തിരി കൊണ്ടുവാ. മുബാറക്ക് തിരിച്ചുപോയി പിന്നെ കുറച്ച് മുന്തിരി കൊണ്ടുവന്നു. അപ്പൊ അതും പുളിയാണ്. മോനെ മുബാറക്ക് മധുരമുള്ളത് കൊണ്ടുവാ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, മഹാനവറുകളെ, ഈ തോട്ടത്തിൽ മധുരമുള്ള മുന്തിരി ഏതാണ് എനിക്കറിയില്ല, അത് തിരിച്ചറിയാൻ എനിക്കറിയില്ല. കാരണം ഞാൻ ഇന്നേ വരെ അങ്ങയുടെ തോട്ടത്തിൽ ഒരു മുന്തിരി പോലും രുചിച്ചു നോക്കിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്, മഹാനവറുകൾ അത്ഭുതപ്പെട്ടു. 20 കൊല്ലമായി എന്റെ തോട്ടത്തിൽ ജോലി ചെയ്യുന്ന നീ, 20 കൊല്ലമായി എന്റെ തോട്ടത്തിൽ ജോലി ചെയ്യുന്ന നീ ഇന്നേ വരെ എന്റെ മുന്തിരിത്തോട്ടത്തിൽ കായ്ച്ച ഒരു മുന്തിരിയുടെ രുചി പോലും നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞ അത്ഭുതമാണല്ലോ. അതേ മഹാനവറുകളെ, എന്നെ നിങ്ങൾ ഏൽപ്പിച്ചത് തോട്ടപ്പണിയാണ്. വെള്ളം നനക്കാനും കളപറിക്കാനും വളമിട്ട് കൊടുക്കാനും കീടങ്ങളെ ആട്ടി ഓടിക്കാനും മുന്തിരിത്തോട്ടത്തെ പരിപാലിക്കാനും അതിന് നിങ്ങൾ എനിക്ക് കൂലിയും തരുന്നുണ്ട്. ഇതിൽ നിന്ന് മുന്തിരി തിന്നാനുള്ള സമ്മതം നിങ്ങൾ എനിക്ക് തന്നിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് ഒരൊറ്റ മുന്തിരി പോലും ഞാൻ രുചിച്ചു നോക്കിയിട്ടില്ല. അതുകൊണ്ട് മുന്തിരി പൊളിക്കുന്നത് ഏത്, മധുരമുള്ളത് ഏത് എനിക്ക് തിരിച്ചറിയാനും കഴിയില്ല എന്ന് സുബ്ഹാനല്ലാഹ്. മുബാറക്ക് റഹിമഹുല്ലാഹ് എന്ന ചെറുപ്പക്കാരന്റെ ഈ മനോഹരമായ സത്യസന്ധത കേട്ട് മനസ്സിലാക്കിയിട്ട് ബഹുമാനപ്പെട്ട നോബിന് മറിയം റഹിമഹുല്ലാഹ് ആ തോട്ടക്കാരന്റെ തോട്ടപ്പണി അവസാനിപ്പിക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നീ എന്റെ മകളെ കല്യാണം കഴിക്കണം. മുത്തഖിയായ ഇത്ര സൂക്ഷ്മതയുള്ള പടച്ചവനെ പേടിയുള്ള മുബാറക്കെ, നീ എന്റെ മോളെ കല്യാണം കഴിക്കണം. നോബിന് മറിയം റഹിമഹുല്ലാഹ് അവരുടെ മകളെ മഹാനവറുകൾക്ക് മുബാറക്കിന് കെട്ടിച്ചു കൊടുത്തു. ആ ദാമ്പത്യ വല്ലരയിൽ പറന്ന മഹാനാണ്. ചരിത്രത്തിൽ അറിയപ്പെട്ട, നമ്മളൊക്കെ പലപ്പോഴും പറയാറുള്ള ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു. അല്ലേ, അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് തങ്ങളുടെ പല ചരിത്രങ്ങളും നമ്മൾ മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് എന്ന് ഇബ്നു മുബാറക്കിന്റെ മകൻ എന്ന് പറഞ്ഞ ആ ഉപ്പ ബഹുമാനപ്പെട്ട നോബിന് മറിയം റളിയല്ലാഹു തആല അൻഹുവിന്റെ മരുമകനായി തോട്ടക്കാരനായി ജോലി ചെയ്ത മുബാറക് എന്ന് പറയുന്ന മഹാന. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു വന്നത് പടച്ച റബ്ബിലുള്ള സൂക്ഷ്മത, അങ്ങേയറ്റത്തെ സൂക്ഷ്മത, അത് സ്വഭാവത്തിൽ, പ്രത്യേകിച്ച് സമ്പത്തിൽ, ഇടപാടിൽ ആ ഒരു സൂക്ഷ്മത അത് മഹാന്മാരുടെ സ്വഭാവമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പുണ്യമായ റമദാൻ ഷരീഫിൽ നമുക്കുണ്ടായി തീരേണ്ട ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സ്വഭാവങ്ങളിൽ അതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അങ്ങനെയുള്ള മഹത്വത്തിന്റെ വഴികളിൽ യാത്ര തിരിച്ചവർ മഹാന്മാർ. അവര് അള്ളാഹുവിൽ, പടച്ച റബ്ബിൽ, എല്ലാം റബ്ബിൽ, ദുനിയാവ് അവർക്ക് താല്പര്യമില്ല. അവർ അള്ളാഹുവിലേക്ക് അങ്ങോട്ട് ലയിച്ചു ചേർന്നു. അവരെക്കുറിച്ച് മഹാന്മാര് പറഞ്ഞു, അങ്ങനെയുള്ള ആളുകൾ ലാ യത്ലുബു ഇദാ ജാഅ, അവർക്ക് വിശന്നാൽ പോലും അവർ ഭക്ഷണം തേടൂല. ലാ യത്ലുബു ഇദാ ജാഅ, അവർ വിശന്നാൽ പോലും അവർ ഭക്ഷണം തേടൂല. ലാ യുആനിദു ഇദാ മരിള, രണ്ടാമത്തത് അവർക്ക് രോഗം വന്നാൽ അവർ ചികിത്സിക്കൂല, റബ്ബിനോട് പറയൂല. ലാ യതനഫസു ഇദാ ഖത്തമ്മ, അവർക്ക് എന്തെങ്കിലും ടെൻഷൻ, ബുദ്ധിമുട്ട് വന്നാൽ അതിന്റെ പേരിൽ അവർ തേങ്ങൂല, അവർ വിഷമിക്കൂല.
ലാ യസ്തഗീസു ഇദാ ഊദിയ, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അവർ സഹായം തേടൂല, അവർ സഹായം അന്വേഷിക്കൂല. ലാ യന്തഖിമു ഇദാ ദുലിമ, അവർക്കെതിരെ ആരെങ്കിലും അക്രമം കാണിച്ചാൽ അവരതിന് പ്രതികാരം ചെയ്യൂല, അവരാരെങ്കിലും ഉപദ്രവിച്ചാൽ അവരതിന് പ്രതികരിക്കാൻ വരൂല. ലാ യുബാലി ലിമ ബുത്തുലിയ ബിഹി, എന്ത് പരീക്ഷണം കൊടുത്താലും അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. മാത്രമല്ല ലാ യസ്അലുല്ലാഹ ശൈആ, അല്ലാഹുവോട് അവർ ഒരു കാര്യം ചോദിക്കൂല, അല്ലാഹുവോട് അവർ ഒരു കാര്യം ചോദിക്കൂല. കാരണം ലിഅന്നഹു ആലിമുൻ ബിഹാലി, അല്ലാഹു അവരുടെ ഹാൽ അറിയുന്നവനാണല്ലോ. അള്ളാഹുവിൽ അവരങ്ങട്ട് ലയിച്ചു ചേർന്ന് ദുനിയാവ് അള്ളാഹിനോട് ചോദിക്കില്ല. ദുനിയാവിന്റെ ഒരു കാര്യവും അവർക്ക് ചോദിക്കാനുള്ളത് റബ്ബിന്റെ പൊരുത്തം മാത്രമാണ്, അള്ളാഹുവിന്റെ പൊരുത്തം മാത്രമാണ്. ആ ഒരു ഉന്നതമായ ദറജയിലേക്ക് എത്തിച്ചേരാൻ പടച്ച റബ്ബ് നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ എത്തിച്ചേർന്ന മഹാന്മാരെ അങ്ങേയറ്റം ഇഷ്ടപ്പെടാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അത് മഹാന്മാരായ മലായികത്തിന്റെ വഴിക്ക് കയറിപ്പോയവരാണ്. ആ മലായികത്തിന്റെ വഴിക്ക് അത്രത്തോളം ഉന്നതിയിലേക്ക് എത്തിച്ചേരാൻ കഴിയില്ലെങ്കിലും കുറച്ചൊക്കെ ആ ഒരു വഴിക്ക് കയറാനുള്ള എളുപ്പ വഴിയാണ് പുണ്യമായ റമദാൻ. മലായികത്തിന്റെ വഴിക്ക്, മഹാന്മാരുടെ വഴിക്ക്, ദുനിയാവിനോട് യാത്ര പറഞ്ഞ് പരലോകത്തിന് പ്രാധാന്യം നൽകി യാത്ര തിരിക്കാനുള്ള വഴി, ഏറ്റവും നല്ല ഒരു പരിശീലനം അതാണ് പുണ്യമായ റമദാനും നോമ്പും. ഈ റമദാനിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും പടച്ച റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ബിഫദ്ലി നബിയിനാ വ ഹബീബിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്കൊക്കെ ഒരുപാട് ആവശ്യങ്ങളുണ്ട്, ഒരുപാട് മുറാദുകളുണ്ട്. ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് പലതരത്തിലുള്ള പ്രത്യേകമായ ആവശ്യങ്ങൾ പറഞ്ഞ ആളുകളൊക്കെ ഉണ്ട്. എല്ലാവർക്കും നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാൻ വേണ്ടി ഇതിനിടക്ക് ഓരോ കാര്യങ്ങൾ അല്ലേ, പ്രത്യേകിച്ച് നമ്മുടെ ഈ സദസ്സിൽ, റമദാനിലെ ഈ സദസ്സിൽ ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറയാറുണ്ട്. പല കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ദുനിയാവും ആഖിറവും അല്ലാഹുവിനോട് ചോദിക്കണം. നമ്മുടെ ഈ സദസ്സിൽ വന്ന് ദുആ ചെയ്യുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അതിന്റെ ഫലവും അതിന്റെ ഗുണവും അതിന്റെ നേട്ടവും ഒക്കെ കിട്ടിയ പല ആളുകളുണ്ട്. ദുനിയാവിൽ തന്നെ അതിന്റെ നേട്ടങ്ങൾ കണ്ടവർ. നമ്മൾ ദുനിയാവല്ല ആഗ്രഹിക്കുന്നത്, ഈ ഒത്തുകൂടൽ, ഈ മണിക്കൂറുകൾ ചെലവഴിക്കുന്നത് അല്ലാഹ്ക്ക് പട്ടിണി കിടന്ന് അല്ലേ, ദാഹം സഹിച്ച് ക്ഷീണിച്ച്, എന്നാൽ ഈ ക്ഷീണവും ദാഹവും ഉണ്ട് എന്നുള്ള നിലക്ക് നമുക്കൊന്ന് വീട്ടിൽ പോയി കിടന്നുറങ്ങാം, വിശ്രമിക്കാം. പക്ഷെ അതിനുപോലും നമ്മൾ മെനക്കെടാതെ ജുമുഅക്ക് വേണ്ടി നേരത്തെ വന്ന് ഒരുമിച്ച് കൂടി അള്ളാന്റെ പള്ളിയിൽ നമ്മൾ ഇനി ഇൻഷാ അല്ലാഹ് ഒരു ദുആക്ക് കാത്താണിരിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ദുനിയാവും ആഖിറവും നമുക്ക് നമ്മുടെ റബ്ബിനോട് ചോദിക്കണം. ആ ദുആക്ക് ഉത്തരം കിട്ടണം. ആ ദുആക്ക് ഉത്തരം കിട്ടാൻ കാരണമാകും ഇങ്ങനെയുള്ള ദിക്ർ, ദുആ, സ്വലാത്ത്, നമ്മൾ ചൊല്ലുന്നത് അദ്കാറുകൾ പലതും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ്. ഒരൽപ്പം ദിക്റുകൾ, അതേപോലെ നമുക്ക് സൂറത്ത് യാസീൻ ഓതി വളരെ പെട്ടെന്ന് ദുആ ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാഹു നമ്മുടെ ഒത്തുകൂടൽ ഒരു സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട യൂസുഫ് നബ്ഹാനി റഹിമഹുല്ലാഹ് വലിയ മഹാനാണ്. യൂസുഫ് നബ്ഹാനി റഹിമഹുല്ലാഹ് ബഹുമാനപ്പെട്ടവർ അദ്ദേഹത്തിന്റെ ഒരുപാട് ദിക്റുകൾ പരിചയപ്പെടുത്തുന്ന ഒരു കിതാബിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ ബഹുമാനപ്പെട്ടവർ പഠിപ്പിക്കുകയാണ്. അതിൽ ഒരു കാര്യം നമുക്കൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു അമൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു. പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത്, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറാ എന്ന ആയത്ത്. ഈ ആയത്ത് സൂറത്ത് തലാഖിലെ 2-3 ആയത്തുകളിൽ ഉള്ളതാണ്. നമ്മൾ പഠിക്കുക. സൂറത്ത് തലാഖ് വളരെ എളുപ്പമാണ്. ഈ ആയത്ത് മുഴുവൻ ഇപ്പൊ കാണാപ്പാടം പഠിക്കേണ്ട കാര്യമില്ല. ഈ ആയത്ത് ഇപ്പോൾ മനപ്പാടം ആക്കേണ്ട കാര്യമല്ല. നമ്മളിങ്ങനെ മനസ്സിലാക്കുക. സൂറത്തു തലാഖ് എന്ന് ഓർത്താൽ മതി. സൂറത്തു തലാഖ് ഖുർആനിലെ 114 സൂറത്തുകളിൽ ഒരു സൂറത്താണ് സൂറത്തു തലാഖ്. സൂറത്തു തലാഖിലെ 2-3 ആദ്യത്തെ ഒന്നാമത്തെ ആയത്ത് കഴിഞ്ഞാൽ പിന്നെ 2-3 ആയത്തുകൾ. 2-3 ആയത്തുകളിൽ നോക്കിയാൽ കാണാം, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു
ഇന്നല്ലാഹ ബാലിഗു അംരി ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറാ വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. ആരെങ്കിലും അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ, ആരെങ്കിലും മുത്തഖിയായാൽ, ആരെങ്കിലും അല്ലാഹുക്ക് തഖ്വ ചെയ്താൽ അല്ലാഹു അവനൊരു വഴി തുറന്നു കൊടുക്കും. വയർസുഖു മിൻ ഹൈതു ലാ യഹ്തസിബ്, വിചാരിക്കാത്ത വഴിയിലൂടെ അല്ലാഹു റിസ്ക് കൊടുക്കും. വമൻ യതവക്കൽ അലല്ലാഹ്, അല്ലാഹുവിൽ ആരെങ്കിലും തവക്കുലാക്കിയാൽ ഫഹുവ ഹസ്ബു, അവന് അല്ലാഹ് മതി. അല്ലാഹുവിൽ ഒരാൾ തവക്കുലാക്കിയാൽ അവന് അല്ലാഹു മതി. വേറൊന്നും ഒരു ടെൻഷനും ഇല്ല, അവർക്കൊരു വേദനയുമില്ല. ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലേ, നേരത്തെ പറഞ്ഞില്ലേ, അള്ളാഹുവിനെ അങ്ങോട്ട് തവക്കുലാക്കി കഴിഞ്ഞാൽ പിന്നെ അള്ളാഹിനോട് ചോദിക്ക പോലുമില്ല. അവരെ അള്ളാഹുവിനെ അങ്ങോട്ട് ഏൽപ്പിച്ച് തവക്കുലാക്കി എന്നാൽ അള്ളാഹിനോട് ചോദിക്ക പോലുമില്ല. കാരണം അള്ളാഹു അവരുടെ അവസ്ഥ അറിയുന്നവനാ. അല്ലേ, രോഗം വന്നാൽ മാറാൻ തോർക്കൂല, മാറാൻ വേണ്ടി ചികിത്സിക്കൂല. കാരണം എന്താ, രോഗം തന്നത് അള്ളല്ലേ, അള്ളാഹ്ക്കറിയാലോ എന്റെ കാര്യം. അള്ളാഹ് എന്താണോ രോഗം തരുമ്പോ എനിക്ക് ഉദ്ദേശിച്ചത് അത് അള്ളാഹ് ഉദ്ദേശിച്ച പോലെ നടത്തട്ടെ. അപ്പൊ അള്ളാഹ് രോഗം തന്നത് ഞാൻ മാറാൻ അത് അള്ളാഹിനോട് പറയാൻ പാടുണ്ടോ എന്ന് ചിന്തിക്കുന്ന തവക്കുലിന്റെ അങ്ങേയറ്റത്തേക്ക് എത്തിയ ആളുകൾ. എനിക്ക് ഭക്ഷണം വേണോ വേണ്ടേ അള്ളാഹ്ക്കറിയാലോ, അത് വേണമെങ്കിൽ അള്ളാഹ് തന്നോട്ടെ, അള്ളാഹിനോട് ചോദിക്കാത്ത ആളുകൾ. ദുനിയാവിന്റെ എന്ത് കാര്യവും റബ്ബിനോട് ചോദിക്കാത്തവർ, ചോദിക്കുന്നവർ മഹാന്മാർ. അല്ലേ, ഏത് കാര്യം അള്ളാഹിനോട് ചോദിക്കാൻ അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ചെരുപ്പിന്റെ വാറ് പൊട്ടിയാലോ അള്ളാഹിനോട് തുറക്കണം. അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ് ദുആ എന്ന് പറഞ്ഞാൽ. ദുആ ചെയ്യുന്നവരെ അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. നമുക്ക് രോഗം വന്നാൽ റബ്ബിനോട് പറയണം, വിഷമം വന്നാൽ റബ്ബിനോട് പറയാം, അത് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. ദുആക്ക് അള്ളാഹ്ക്ക് വലിയ താല്പര്യമാണ്. ദുആ ചെയ്യുന്നവരെ പടച്ച റബ്ബിന് ഏറ്റവും വലിയ ഇഷ്ടമാണ്. ദുആ ചെയ്യുന്നവർ തന്നെ വലിയ സ്ഥാനക്കാർ, അവരെക്കാൾ വലിയ സ്ഥാനക്കാരാണ് ദ്വാരക്കാത്തവർ. എങ്ങനെ ദ്വാരക്കാത്തവർ? ഇങ്ങനെ ദ്വാരക്കാത്തവർ. കാരണം അവർ ചിന്തിക്കുന്നത് ദ്വാരക്കണ്ട, രോഗം മാറാൻ ദ്വാരക്കണ്ട, വിഷമം തീങ്ങാൻ ദ്വാരക്കണ്ട. കാരണം അള്ളാഹ്ക്ക് എന്റെ കാര്യം അറിയാമല്ലോ. തവക്കുലിന്റെ അങ്ങേയറ്റത്തേക്ക് എത്തിയവർ. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു ഇന്നല്ലാഹ ബാലിഗു അംരി, എല്ലാ കാര്യങ്ങളിലേക്കും എത്തിക്കുന്നവൻ അല്ലാഹുവാണ്, എല്ലാ കാര്യവും നിറവേറ്റുന്നവൻ അല്ലാഹുവാ. ഖദ് ജഅലല്ലാഹു, അല്ലാഹു നിശ്ചയിച്ചു, അല്ലാഹു ആക്കി, ലികുല്ലി ഷൈഇൻ ഖദറാ, എല്ലാ കാര്യത്തിന്റെയും തീരുമാനം, എല്ലാ കാര്യത്തിന്റെയും ഖദർ, അതിന്റെ കണക്ക്, അതിന്റെ തീരുമാനം അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ആയത്ത് വലിയ മഹത്വമുള്ള ആയത്താണ്. രണ്ടായത്തുകളിൽ നിന്ന്, ഒരായത്ത് മാത്രമല്ല, രണ്ടായത്തുകളിൽ നിന്ന് വരുന്നതാണ് ഈ ആയത്ത്. സൂറത്തു തലാഖിലെ 2-3 ആയത്തുകൾ നോക്കിയാൽ, സൂറത്തു തലാഖിലെ 2-ാമത്തെ ആയത്ത് മുഴുവല്ല, ആ 2-ാമത്തെ ആയത്തിൽ നിന്ന് ഇവിടുന്ന് വമൻ യത്തഖില്ലാഹ എന്ന് തുടങ്ങുന്നിടത്ത് വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖു മിൻ ഹൈതു ലാ യഹ്തസിബ് വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു ഇന്നല്ലാഹ ബാലിഗു അംരി ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറാ. ഈ ആയത്ത് ഒരാൾ വുളൂഓടുകൂടെ 1001 തവണ ഓതുക. ഈ ഓത്തിനിടക്ക് മറ്റാരോടും സംസാരിക്കാൻ പാടില്ല എന്ന നിബന്ധനയോടെ അങ്ങനെ ഓതിയിട്ട് അള്ളാഹിനോട് ദുആ ചെയ്താൽ അവന്റെ ഉദ്ദേശം എന്താണോ അത് അള്ളാഹു നിറവേറ്റിക്കൊടുക്കും എന്ന് ബഹുമാനപ്പെട്ട യൂസുഫ് നബ്ഹാനി റഹിമഹുല്ലാ, ബഹുമാനപ്പെട്ടവർ രേഖപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലേ, ചിന്തിക്കണം, കുറച്ച് സമയമെടുക്കും. കാരണം 1001 തവണ ആ ആയത്ത് ഓതാൻ കുറച്ച് സമയം വേണ്ടി വരും. അപ്പൊ രാത്രിയോ മറ്റോ ഒക്കെ നമുക്ക് സൗകര്യമുള്ള ഒരു സമയം തെരഞ്ഞെടുത്ത് നമ്മുടെ ഒരു കാര്യം നടന്നു കിട്ടാനുണ്ട്. പലപ്പോഴും പല ബുദ്ധിമുട്ടും തടസ്സവും നേരിട്ട ഒരു കാര്യമാണ്. ഇത് പഠിപ്പിച്ച മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് നിറവേറ്റി തരട്ടെ. 1001 തവണ സൂറത്തു ത്വലാഖിലെ 2-3 ആയത്തുകളിൽ നിന്ന് വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ എന്ന് തുടങ്ങുന്ന ആയത്ത് ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറാ എന്നതുവരെ ആ 2-3 ആയത്തുകൾ നോക്കിയാൽ കാണാം അത് 1001 തവണ വുളൂഓടുകൂടെ അതിനിടക്ക് മറ്റാരോടും സംസാരിക്കാതെ
1,001 തവണ ഓതി പൂർത്തിയാക്കിയിട്ട് റബ്ബിനോട്, അള്ളാഹിനോട് എന്ത് കാര്യത്തിന് വേണ്ടി ദുആ ചെയ്താലും ഹലാലായ ആ കാര്യം അള്ളാഹു നിറവേറ്റി തരുമെന്ന് ബഹുമാനപ്പെട്ട ശൈഖ് യൂസുഫ് നബ്ഹാനി റഹ്മത്തുള്ളാഹി. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ ഇബാദത്തുകളും അമലുകളും അള്ളാഹു സ്വീകരിക്കട്ടെ. പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. അള്ളാഹുവിലുള്ള ഈമാൻ പടച്ച റബ്ബ് നമുക്കൊക്കെ വർദ്ധിപ്പിച്ചു തരട്ടെ. ബിഫദ്ലി നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് നാളെ ബഹുമാനപ്പെട്ട ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ് നമ്മുടെ വേദിയിലേക്ക് വരാമെന്ന് ഏറ്റിട്ടുണ്ട്. അള്ളാഹു മഹാനവറുകൾക്ക് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നാളെ ബഹുമാനപ്പെട്ട മൊയ്തീൻകുട്ടി ദാരിമി, അദ്ദേഹം വളരെ കേരളത്തിൽ അറിയപ്പെട്ട ഒരു പ്രഭാഷകനാണ്. പഠനാർഹമായ ക്ലാസുകളൊക്കെ അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇൻഷാ അല്ലാഹ് അദ്ദേഹമാണ് നമുക്ക് നാളെ നമ്മുടെ പരിപാടിക്ക് എത്തിച്ചേരുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേൾക്കാനും ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദിന്റെ ദുആയിൽ പങ്കെടുക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മഹാനവറുകൾ ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് വന്നു. ഇൻഷാ അല്ലാഹ് ഇപ്രാവശ്യം ഒരു അസൗകര്യവും പിന്നെ നേരത്തെ അത് അങ്ങനെ അറിയിച്ചത് കാരണം ഇൻഷാ അല്ലാഹ് ശനിയാഴ്ചയാക്കി. അൽഹംദുലില്ലാ. ഏതായാലും ബഹുമാനപ്പെട്ട ശൈഖുന അവറുകൾ തുടങ്ങിത്തന്ന പല ദിക്റുകളും പല സ്വലാത്തുകളുമൊക്കെയാണ് കഴിഞ്ഞ വർഷം നമ്മളൊക്കെ ചൊല്ലിപ്പതിവാക്കിയിരുന്നത്. ഇൻഷാ അല്ലാഹ് ഏതായാലും ബഹുമാനപ്പെട്ടവർ നാളെ എത്തിച്ചേരും. അതിനെ തുടർന്നുള്ള ദിവസങ്ങൾ ആ ഒരു മഹത്വത്തിൽ, ആ ഒരു ഇജാസയിൽ നമ്മുടെ ഈ മജ്ലിസ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്കൊരൽപ്പം ദിക്ർ ചൊല്ലി യാസീൻ ഓതി നമുക്ക് വളരെ പെട്ടെന്ന് ദുആ ചെയ്ത് അവസാനിപ്പിക്കാം. അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. റമളാനിൽ നമ്മൾ ചെയ്യേണ്ട വലിയൊരു അമലാണ് ഇസ്തിഗ്ഫാർ. ഒറ്റക്കും കൂട്ടായും ഇസ്തിഗ്ഫാർ എപ്പോഴും വേണ്ടതാണ്. അല്ലാഹുക്ക് വലിയ ഇഷ്ടമാണ്, പ്രത്യേകിച്ച് റമളാനിൽ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅസ്തഗ്ഫിറുല്ലാഹ്, അതിൽ നമ്മൾ ചൊല്ലാറുള്ള പ്രത്യേകമായതാണ് ഇസ്തിഗ്ഫാർ, കലിമത്തു തൗബ. ഇൻഷാ അല്ലാഹ് ഓരോ ദിവസവും മുത്തനബി വർദ്ധിപ്പിച്ചിരുന്നത്. നമുക്കൊക്കെ വലിയ ബാധ്യതയുണ്ട് ഇസ്തിഗ്ഫാർ പതിവാക്കാൻ, പാപങ്ങളിൽ നിന്ന് കഴുകി ശുദ്ധിയാവാൻ, രക്ഷപ്പെടാൻ. അല്ലാഹു തൗഫീഖ്